അത് ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഫൈനലി ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഒറ്റയെടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ആൾക്കാർ താമസിക്കുന്നില്ലേ. ഫൈനലി നമ്മൾ നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അതായത് നമ്മൾ ആദ്യത്തെ ഇന്നത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്പർ പ്ലേറ്റ് അടിക്കുക എന്നുള്ളതാണ്. അതിന് ശേഷം ഇന്ന് ടെസ്റ്റ് ഡ്രൈവും പരിപാടിയും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ വണ്ടിക്ക് നമ്പർ ആയതാണല്ലോ, വെള്ളിക്കെട്ടി ഇവിടെ നിന്ന് നമ്പർ അടിച്ചിട്ട് പോകുന്നത്. നമ്പർ പ്ലേറ്റ് ഇല്ല, പുറത്തിറക്കണ്ട. അപ്പം നമ്പർ പ്ലേറ്റ് അടിക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി അതാണ്. അതിന് ശേഷം ബാക്കി പരിപാടി കേട്ടോ. അവിടെ കാണുന്ന ഓട്ടോകളിൽ ഏതെങ്കിലും ഒരു ഓട്ടോ പിടിച്ച് വേണം ബൈപ്പാസ് എത്താൻ. ബൈപ്പാസ് എത്തിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്താൻ. ഇങ്ങനെ കുറച്ച് കടമ്പകളുണ്ട്. നമ്മൾ താമസിക്കുന്നത് ഈ പത്താങ്കോട്ട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കേട്ടോ. ഇവിടുത്തെ അതിമനോഹരമായ സുന്ദരിയായ ബസ്സുകൾ വരുന്നുണ്ട്. പക്ഷെ അവിടെ എവിടെയൊക്കെ ലിഫ്റ്റിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതിലും സുന്ദരിയായ സ്റ്റാലിൻ. അതാ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം കേട്ടോ. നമുക്ക് തരുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പുത്തൻ വണ്ടിയൊക്കെ നല്ല വ്യത്യാസങ്ങളാണ്. ഇതിന്റെ ഇവിടെ ചെറുക്കാനും ഇരിക്കാനൊന്നും ഇല്ല കണ്ടോ. കമ്പൽസറി ആയിട്ടുള്ള ഇതാണ് കേട്ടോ, എയർ ഹോണാ. എല്ലാ ആർമി വാഹനങ്ങളും എയർ ഹോൺ ഉണ്ടോ. നമ്മുടെ വണ്ടിയിനകത്ത് പ്രശ്നം ഇല്ലെന്നേ, കമ്പനി എയർ ഹോൺ ഇല്ല. കാരണം നമുക്ക് ബസ്സുകൾ നോക്കിയേ, ഒന്നും അങ്ങോട്ടൊരു തൃപ്തി കിട്ടുന്നില്ല കേട്ടോ. നമ്മുടെ അടുത്ത വണ്ടികൾ കണ്ടതിൻ്റെ ആണെന്ന് അറിയത്തില്ല. അവിടെ 2 സ്റ്റിക്കറും നമ്പർ പ്ലേറ്റ് ഒക്കെ അടിക്കുന്ന 2 പയ്യന്മാരെ ഞങ്ങൾ കണ്ടായിരുന്നു. അടുപ്പിച്ച് അവിടെ പോയിട്ട് വേണം സാധനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കും. പഴയ ആംബുലൻസ് ഒക്കെ SML-ഉം പിന്നെ അതുപോലെ ലൈലാൻഡൊക്കെ. ഇപ്പം മൊത്തം ഇത് യോധയല്ലേ. പിന്നെ ഇവിടെയുള്ള പത്താങ്കലിലെ ഒരു മെയിൻ സാധനമാണ് ഈ കാണുന്ന വണ്ടി കേട്ടോ. ഇതൊരു സ്റ്റിയറിംഗ് ഒക്കെ ഉള്ളൊരു പ്രത്യേകതരം ഓട്ടോറിക്ഷ. ഇതിൻ്റെ പേരെന്നാന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. പണ്ടൊക്കെ വരാൻ നേരത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഇത് കുറഞ്ഞു. ഇത് എനിക്ക് തോന്നി ജനറേറ്ററിൻ്റെ എഞ്ചിൻ പറ്റിയത് ഉടനെന്ന് തോന്നുന്നു. പത്താങ്കോട്ട് ഈ കാണുന്ന ഇതാണ് തൊട്ട് കാണുന്നുണ്ടോ, അതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ. പത്താങ്കോട്ട് ബസ് സ്റ്റാൻഡ്. അത് ഇവിടെ 2 പിള്ളേർ സെറ്റുണ്ടായിരുന്നു. നമ്മളിത് കാണുന്നില്ലല്ലോ അവിടെ. പിന്നെ അയ്യോ എവിടെ പോയി. ഓട്ടോ കിട്ടി കേട്ടോ. ഇന്നൊരു അണ്ണൻ്റെ ഓട്ടോ കിട്ടി. അണ്ണന് മറ്റേ എല്ലാം ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. അത് കയ്യിലെ കാശ് കളയണ്ട, ഗൂഗിൾ പേ കിച്ച്. സ്വിഗ്ഗി വരെ ഉണ്ട് പുള്ളിക്കാരന്. എല്ലാ സാധനവും ഉണ്ട്. നേരെ പോവാ. ഇനിയിപ്പോൾ ഒരു 5-6 പേരെ കയറണം പുള്ളിക്ക്. പക്ഷേ പുള്ളിക്ക് ബേക്ക് സീറ്റില്ല കേട്ടോ. എന്തായാലും നമുക്കിനി നേരെ ബൈപ്പാസ് എത്തണം. ബൈപ്പാസിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ നേരെ KFC ലക്ഷ്യമാക്കി ഓട്ടോ പിടിക്കണം. എൻ്റെ വേണം സർദാർജിയുടെ അടുത്ത്. ചിലപ്പോൾ ഇന്ന് ഭാഗ്യമുണ്ട് വണ്ടി മാറ്റും കേട്ടോ. ശരിക്കും ഭാരത് ബെൻസ് ദൂരം കുറവും, KFC ദൂരം കൂടുതലാണ്. പിന്നെ അത് നമ്മൾ ഭാരത് ബെൻസ് പറഞ്ഞാൽ കൂടുതൽ പൈസ പറയും, KFC പറഞ്ഞിട്ട് കുറച്ച് പൈസ പറയും. ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങ, അത് തന്നെ. ഗൈസ് നമ്മൾ അവിടെയാണ് വന്നിറങ്ങിയത്. അടുത്ത സ്ഥലത്തെത്തി. ഇവിടെ നിന്നാണ് നമുക്ക് KFC പറഞ്ഞാൽ പോകേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അടുത്ത ഓട്ടോ കിട്ടിയിരിക്കുക കേട്ടോ. ആ ഇരിക്കുന്നവന്മാരെല്ലാം പറ്റിയിട്ട് ഉസ്താദന്മാർ ആൾക്കാർ കയറാനുണ്ട്. ഇതിലാവോ എല്ലാം നമ്മുടെ കൂട്ടുകാരാ. എല്ലാവരും പിടിച്ച് കയറ്റിയല്ലേ വണ്ടി മുന്നോട്ട് പോകുള്ളതാ. ഇത് പുത്തൻ ഡിസൈൻ സത്ലജും പിന്നെ വേറൊരു ഡിസൈനും കൂടെ കോംബോയാ. അപ്പോൾ കൊള്ളാം കേട്ടോടാ, രസമുണ്ട്. അതൊക്കെ ഇവിടെ തന്നെ കെട്ടിയിറങ്ങുന്ന ബസ്സുകളാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ബസ്സുകളാണെന്ന് അറിയാം. ഗൈസ് ഫൈനലി നമ്മൾ സർദാർജിയുടെ അടുത്ത് എത്തിയാണ്. എന്തോ പ്രഷർ ടാങ്കിന്റെ എന്തോ സാധനം വേണം. അപ്പോൾ അവരത് എടുക്കാൻ വേണ്ടി പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോവാണ്. ബാറ്ററി എല്ലാം ഊരി വെച്ചവര് രാത്രി പോകുന്നതിന് മുന്നേ അല്ല അടിച്ചോണ്ട് പോകും. മെയിൻ नहीं जाएगा, आप आएगा मैं जाएगा, ठीक है. ഇവര് ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കത്തിച്ചു വെക്കും. അപ്പൊ നമ്മൾ ഇനി ഇവിടെയാണ് സിറ്റിംഗ്. നമ്മൾ ഇവിടെ തന്നെ നമുക്ക് ഇനി ഇങ്ങനത്തെ ഒക്കെ കത്തിച്ച് ഇനി നമുക്ക് രാവിലെ ശുഭ തുടങ്ങണം കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണം. ചില ആൾക്കാർ നാക്കെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ അല്ലേ, അന്നപ്പം പോലെ നീ പറഞ്ഞ സംഭവം ഇതാ. നമ്മുടെ ബാറ്ററി ഊരി വെച്ച് ഞാൻ ഇന്നലെ നിങ്ങളെ സൂചിപ്പിച്ചില്ലായിരുന്നോ ബാറ്ററിയുടെ കേസ്. അത് അതേപോലെ തന്നെ സംഭവിച്ചില്ലേ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു എന്തോ ഒരു സാധനം വണ്ടിയുടെ കംപ്ലൈൻറ്റാ. അപ്പോൾ ആ സാധനം എടുക്കാൻ പോവുക. ഇതൊക്കെ മാറ്റും കേട്ടോ, നോ ടെൻഷൻ. ഇതൊക്കെ മാറ്റും, നോ ടെൻഷൻ ഗൈസ്. ഇത് മാറ്റും. ഒരുപെട്ട എല്ലാ സാധനങ്ങളും മാറ്റും. രാവിലെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് നേരം വെളുത്തിട്ട് 12 മണിയായി. ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചു. എനിക്ക് ഒരു ഉപദേശം തരാനുണ്ട്. നീയോ? നിങ്ങൾ പണിയെടുക്കുവാണെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക. അല്ല നമ്മളെ പോലെ ഇങ്ങനെ ആയിപ്പോ പണിയെടുക്കുക, രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, വൈകിട്ട് നിങ്ങൾ കഴിക്കില്ല. ഭയങ്കര നിയന്ത്രിച്ച് കഴിക്കണം. നമുക്കൊക്കെ പറ്റിയ അബദ്ധം അതാ. നമ്മളൊന്നും സമയത്ത് കഴിക്കുകയില്ല. സമയത്ത് കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് പണിയെടുക്കുക. അല്ലാതെ പണിയെടുത്തിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം പിന്നീട് നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ പണിയെടുക്കാൻ പറ്റൂല. അതെ,
ഗൈസ് അപ്പോൾ നമ്മുടെ ചെറുക്കൻ അങ്ങനെ നിപ്പാണ്. ഓടിച്ചെന്നാ പറഞ്ഞേ? അല്ല എന്തോ സാധനം എടുക്കണ്ട, എയർ പ്രഷറിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ വരട്ടെ, അവർ വരുന്നോളം വരെ നമുക്കൊന്നും അറിയത്തില്ല. എടാ ലിവിനെ, എൻ്റെ ഉള്ളിലൊന്ന് കയറാടാ. സർദാർജി ഇല്ലാത്തപ്പോഴേ കയറാൻ പറ്റും. പണ്ടൊക്കെ ഈ ഡ്രൈവർമാർക്ക്, പഴയ ഡ്രൈവർമാർക്ക് അറിയാം. അതായത് പണ്ട് ആശാന്മാരെ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ആശാൻ ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഈ വണ്ടിക്കുള്ളിലെ കുത്സിതങ്ങൾ ഒപ്പിക്കുക. ഞാനും പണ്ട് JCBയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അന്ന് എൻ്റെ ആശാൻ എന്ന് പറഞ്ഞൊരു കാലനായിരുന്നു. അപ്പോൾ അയാളെ പറ്റിച്ച് വേണം ഇതിൻ്റെ അകത്ത് പരിപാടിയൊക്കെ. അപ്പോൾ ഭയങ്കര ക്രൈസല്ലേ JCB ഇതൊക്കെ ആക്കല്. ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് ആക്കിയപ്പോൾ ഒരു തെങ്ങാ പോയേ. അപ്പോൾ ലിവി അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഞാനൊന്ന് കയറട്ടെ. കയറടാ. ഗൈസ് നോക്കൂ, ഓരോ വണ്ടി സ്നേഹിക്കുന്ന ഓരോ യുവാവിൻ്റെയും ആഗ്രഹമാണ് ഒരു സ്റ്റാലിൽ കയറി ഇരുന്ന് ഓടിക്കണമെന്നും ഐതൊരെണ്ണം സ്വന്തമാക്കണമെന്നോ. കാരണം ഇതൊരു ഗ്ലോറി മൂമെൻ്റ് ആണ് ഗൈസ്. നോക്കൂ, അതായത് നമ്മളെ സംബന്ധിച്ചും വണ്ടിപ്രാന്തുള്ളവരെ സംബന്ധിച്ചും എങ്ങനെ തുറക്കുന്നു, ആവേശം തുറന്നു. ഇതെങ്ങനെയാണ് ഗ്ലാസ് കാത്തുന്നത്? ഇങ്ങനെ കാത്താൻ കേട്ടാ ഗൈസ്. അതായത് ഒരാവേശത്തിനെല്ലാം ചെയ്തു, പക്ഷെ ഇത് തുറക്കൂല. എന്തായാലും ആട്ടെ, എന്താ ഇരിപ്പ് സുഖം. എയർ ക്ലച്ച് ആക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞാൻ വിളിച്ചതിന് ശേഷം എയർ ക്ലച്ചാണ് വലിയ ടെൻഷൻ അടിക്കാൻ, അല്ലാതെ സാധാ ക്ലച്ചാണ് വലിയ ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ സാധാ ക്ലച്ചിലേക്ക് മാറ്റി. ഇതൊക്കെ കോൺവേ സെറ്റിങ് S3, S2, S1 ഒക്കെ. ഇതാണ് 4x4. അതായത് എന്തായാലും ദൈവത്തിനോട് ഒരുപാട് നന്ദി. അതായത് ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റിയത്, ഈ മിഷൻ പൂർത്തിയാക്കാൻ പറ്റിയത്, ഇത് ഞങ്ങളുടെ ഒരു മിഷനായിരുന്നു, ഒരു ആണിക്കല്ലായിരുന്നു. ഞങ്ങൾ പല പ്രാവശ്യം ഇതിന് നിങ്ങൾക്ക് ക്ലൂ തന്നാണ്. കുറേ പേരൊക്കെ മനസ്സിലായി. ഇത് ഗിയറൊക്കെ പഴം കേട്ടോ. അയ്യോ, മറ്റേ വണ്ടീനെ വെച്ച് നോക്കാം. ഇത് നോക്കണം, റിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. വീഴുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ശരിയാക്കണം. ഇതൊക്കെ പുതിയത് മേടിക്കണം. ഇവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി, ഒന്ന് ചൊവ്വാക്കി, ഒന്ന് സെറ്റപ്പ് ആക്കണം. ഇതൊക്കെ മാറ്റണം. ഇത് കൂടുതൽ എന്നാ വേണ്ടേ? നിന്റെ 2 അഭിപ്രായം നീ പറയടാ ലിവിനെ. എൻ്റെ 2 അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടി നമുക്ക് കിട്ടിയ വണ്ടി നല്ല വണ്ടിയാണ്. എഞ്ചിൻ ഭാഗവും ഗിയർ ബോക്സും, ഈ മെയിനായിട്ട് ബോഡിയൊന്നും അല്ല നോക്കണം. എഞ്ചിൻ ഭാഗവും ഗിയർ ബോക്സും 4x2 സാധനമാണ് നോക്കണം. ആ ഭാഗം ഈ വണ്ടിയുടെ ക്ലിയറാണ് അല്ലേ? അല്ലെ ബോഡി നമ്മൾ പുറം കാഴ്ച കണ്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഇട്ട് ആൾക്കാരെ പോയിട്ട് നമ്മൾ കണ്ടിട്ട് നോക്കുന്നത്, വൈകിട്ട് ലിസ്റ്റിക്ക് ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര വിഷമമായിരിക്കില്ലേ? അതേപോലെ ആയത് വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സും 4x4 ടയർ, ആ ഭാഗങ്ങളെ നോക്കണം. ഇത് ബോഡി നമുക്ക് പണിതെടുക്കാൻ പറ്റും ഗൈസ്. ഇതെനിക്ക് വന്ന് എന്തോ ബ്രേക്കിൻ്റെ അങ്ങനെ എന്തോ ഫ്ലൂട്ട് ലെവല്. ഇത് വണ്ടിയുടെ രാവിലെ ചോക്ക് ഓഫ് ആക്കുന്നു, അങ്ങനത്തെ എന്തോ സാധനമാണ് ഇത്. എന്തായാലും വണ്ടിയുടെ മീറ്ററിലേക്കൊക്കെ വരാൻ നല്ല രസമാണ്. എല്ലാം ആയിട്ടില്ല, എല്ലാം ആകട്ടെ. ലിവിൻ അതിൽ ഇറങ്ങിപ്പോയി, ഞാനും ഇതിൽ ഇറങ്ങട്ടെ. പെർഫെക്റ്റ്. പറിക്കണ്ട, ഇത് വേറെ അവിടെ കിട്ടും. ഇതൊക്കെ പെർഫെക്റ്റാ ലിവിനെ. ഒന്ന് ചരണ്ടി അടിക്കേണ്ട കേസേ ഉള്ളൂ. നമ്മൾ ടെൻഷൻ അടിച്ച പോലെയില്ല, നമ്മൾ വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു. അപ്പം വേറെ ഓരോ വണ്ടികൾ കണ്ട എന്നാ പറയും അല്ലടാ ലിവിനെ. ഓടുന്ന വണ്ടി ഇതിലും ഇത് പ്രശ്നമായ വണ്ടികളുണ്ട്. ഇല്ല, പ്രശ്നമൊന്നുമില്ല. പൈപ്പുകളാണ് നമ്മുടെ വണ്ടിയുടെ പ്രശ്നം. സർദാർജി ഏക് മിനിറ്റ് ദേക്കോ, സൺഗ്ലാസ്. നല്ല നല്ല കിടിലിന് സൺഗ്ലാസ് ഒക്കെ വെച്ച സർദാർജി വന്ന് നോക്കിയേ. ഈ പൈപ്പുകളാണ് ലീക്ക്. അപ്പോൾ ഈ പൈപ്പുകൾ മാറ്റി കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ ശരിയാകുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എനിക്കും വിശ്വസിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചത് ഓടുന്ന ഏതോ വണ്ടിയുടെ പറിച്ചിട്ട് വന്നു കണ്ടറിയത്തില്ല. അവിടെ ഏതൊക്കെയാണോ ഉള്ളത് ദൈവത്തിനറിയാം. അതിൻ്റെ ഒക്കെ പറിച്ചെന്ന് തോന്നുന്നു കേട്ടോ ആശാന്മാർ. ഇത് മാറ്റി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തും. ഭയ്യ ആദ്യ ടെസ്റ്റ് ഡ്രൈവ് കബ് കിतना बजे डालेगा टेस्ट ड्राइव बन गया? हाँ, तो ट्राई लेनी चाहिए. कितना 1 घंटा? कोई पता नहीं है प्रेशर का. हाँ, प्रेशर रेडी हो गया, पूरा रेडी हो गया. हाँ, इधर से छोड़ देगा गाड़ी उधर गोडाउन में. നമ്മുടെ വണ്ടിയുടെ ടാങ്കിന് എന്തോ പ്രശ്നമുണ്ട്. എന്തോ എയർ ലീക്കോ അങ്ങനെ എന്തോ സംഭവം, എയറിൻ്റെ എന്തോ ഒരു സാധനത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ അവരത് ശരിയാക്കുവാണ്. അത് ശരിയാക്കട്ടെ. അത് ശരിയാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതെ, ഇനി നമുക്ക് അപ്പുറത്തോട്ട് വന്നിട്ട് ഓരോ സാധനം നല്ല നല്ല സാധനം എല്ലാ ദിവസവും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഏറ്റവും നല്ല തപ്പലുകാരന് ഏറ്റവും നല്ല സാധനം കിട്ടും. അതെ, അല്ലല്ലോ ഇവനെ എല്ലാ ദിവസവും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഡെയിലി ടെസ്റ്റ് ഡ്രൈവ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്താൽ ഇവിടുന്ന് തന്നെ പണിതിട്ട് പോകാം. കാരണം ഇവിടെ പണിത വണ്ടി ആയതുകൊണ്ട് നമുക്ക് നിസ്സാര കാശ് നമ്മളെ ഇവിടെ തന്നെ പണിതിട്ട് പോവാം. റൂമിൻ്റെ അവിടെ വണ്ടി നിർത്താൻ പറ്റൂല, അവിടെ ഒന്നും പറ്റൂല. നമുക്ക് ഡെയിലി കൊണ്ടുപോയിരുന്നു കൊല്ലെടുത്ത് അതേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറ്റത്തില്ലടാ. ബാറ്ററി ഭയങ്കര ഒരു പ്രശ്നമാണ്. ഞാൻ അവിടെ ക്യാമറ കൂടെ വെച്ചിട്ട് പോയാലോ? ഇവിടെ അല്ലെ പമ്പിലെ ഒതുക്കാവുള്ളൂ കേട്ടോ, അല്ല ബാറ്ററി ഊരിക്കൊണ്ട് പോകുന്ന വഴിക്കല്ലേ? പോകുന്ന വഴിക്ക് കാശ്. ഇന്നലെയും കൂടെ ഞാൻ ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ കേരളക്കാർ ഒരു വണ്ടിയുടെ 60 ലിറ്റർ ഡീസൽ അടിച്ചുകൊണ്ട് പോയത്. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം കായ്സ്. അങ്ങനെ ഫൈനലി നമ്മുടെ ബാറ്ററി നേരെ തിരിച്ച് വെക്കാൻ വേണ്ടി പോവാണ് അല്ലേ? എന്താണ് സംഭവം എന്നറിയാവോ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട്
നമ്മുടെ എയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ലോക്ക് ആക്കണം. എയർ ലോക്ക് ആക്കണം. എയർ ലോക്ക് ആകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എന്നാലേ കാര്യം. ഇവിടെ ബാറ്ററി ഞാൻ ചിരിച്ചു നിൽക്കാൻ എന്നെ മനസ്സിലായോ? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ബാറ്ററി ഇതാലെ വെച്ച് കഴിഞ്ഞാൽ ആമ്പിള്ളേർ കൊണ്ടുപോകും കേട്ടോ. പുത്തൻ ബാറ്ററി, ഡീസൽ, സ്റ്റാർട്ടർ, ഡൈനാമോ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേറെ ആളുടെ വീട്ടിൽ ഇരിക്കും. പിന്നെ നമുക്ക് ഡീസലിൽ ചെറിയ പൈസയ്ക്ക് വേണമെന്നുള്ളത് ഇതേ അങ്ങോട്ട് നിന്നിട്ട് എല്ലാ ട്രക്കിലും പോയി ചോദിക്കും. അപ്പോൾ ഒരു 5 രൂപ 6 രൂപയൊക്കെ ലിറ്റർ കുറഞ്ഞു കിട്ടും കേട്ടോ. അതായത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഊരി കൊടുക്കുന്നു. ന്യൂട്രടിച്ചു വന്നു. എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർമാർക്ക് ഇവിടെ ശമ്പളം കുറവാണ്, മുതലാളിമാർ കൊടുക്കൂല. അപ്പോൾ ഇവർ ന്യൂട്രടിക്കും, പൈസയാക്കും അല്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് ഇന്നത്തെ കാലത്ത് ആർക്കും ശമ്പളം കൊടുത്തില്ലേ അവർ നിങ്ങളുടെ മുതലെടുത്തിട്ട് ഇതേപോലെ കൊടുക്കും. മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുക, അല്ല മര്യാദയ്ക്ക് ഫുഡ് കൊടുക്കുക, അതേപോലെ ശമ്പളം കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് അവർ നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി തരും. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഊമ്പിച്ചും തരും അല്ലേ? അതാണ് യാഥാർത്ഥ്യം. അപ്പം നിങ്ങളോട് ആ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ സംഭവമുണ്ട്. പിന്നെ വേറെ 2-3 സംഭവമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, കാരണം ചില ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അല്ലല്ലോ പിന്നെ വേറെയും ഇവിടെ പല രീതിയിൽ എണ്ണ കിട്ടും, പക്ഷെ അത് നമ്മൾ പറയുന്നില്ല. ചില ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. 60 രൂപയ്ക്ക് വരെ ഇവിടെ ഡീസൽ 45 രൂപയ്ക്കും നമ്മൾ മേളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പക്ഷെ വേറെ രീതിയിൽ അത് നമുക്ക് പുറത്ത് പറയാൻ വേണ്ടി പറ്റൂല. പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആൾക്കാർ അത് അംഗീകരിക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല. അതാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാത്തത്. ആർക്കും ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അതെ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ പിന്നെ ഇത് ബാറ്ററി വെച്ചു. ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ് ആണ് അണ്ണാച്ചി ഉദ്ദേശിക്കുന്നത്. എന്നാ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായില്ല. അല്ലടാ ജീവനെ? അതാ ബാറ്ററിയുടെ കണക്റ്റൊക്കെ നോക്കുന്നുണ്ട്. കണക്റ്റൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് പുള്ളിക്കാരൻ. എനിക്ക് ഒന്ന് ഏറി പിടിച്ച് നിർത്താൻ വേണ്ടിയാ. ഏറിപ്പം പിടിച്ച് ഒരു അരമണിക്കൂർ ലോക്കാക്കും. അത് നമുക്ക് വണ്ടി വരും. നമ്മൾ ഒന്ന് കറങ്ങി നോക്ക്. അതായത് എന്തെങ്കിലും പനിപ്പുണ്ടായിരുന്നു, ഓയിൽ പനിപ്പ്. ഇതിനുള്ള വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ലല്ലോ. ഇന്നലെ കുറച്ച് നേരം സ്റ്റാർട്ടാക്കി ഇട്ടല്ലോ. കുറച്ച് നേരമല്ലേ? അതൊന്നുമില്ല, ഒരു 10, 150, 200 കിലോമീറ്റർ ആയി കഴിഞ്ഞാലോ ഓടി വന്നിട്ടിട്ടില്ലേ? ഓടി വന്നിട്ടിട്ട കാര്യമുള്ളൂ. അത് രാത്രി മൊത്തം എണ്ണ നോക്കും. ജലന്ധർ പത്താങ്കോട്ട്, ഇവിടെ പത്താങ്കോട്ട് ജലന്ധർ അല്ലെങ്കിൽ നമുക്ക് അമൃത്സർ പോവാം. നമുക്ക് പോകുന്നതിന് കുഴപ്പമില്ല. നമുക്ക് നമ്പർ ആയ വണ്ടിയല്ലേ, എവിടെയാ നമുക്ക് പോവാം. ശരിയായി കിട്ടിയ കുറച്ച് സംഭവങ്ങൾ നമുക്ക് നോക്കാണ്ട് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ കമന്റ് ഇടുന്നു, സ്കൈ ബ്ലൂ കിടിലൻ കളറാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പം താങ്ക് യു. കണ്ടോ? നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലോടാ. കിടിലൻ കളറാണ്. നിങ്ങൾക്ക് സജഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അയക്കാം കേട്ടോ. അതായത് അതിൽ എങ്ങനെ ചെയ്യണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ സ്വീകരിക്കും. നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളൊരു ഏകാധിപത്യ ചിന്താഗതിക്കാരല്ല. എല്ലാവരുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ സ്വീകരിക്കാം. ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ ആശാന്മാർ ചെയ്യുന്നുണ്ട്. ഇതെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. കണക്ഷനുകൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇവർ നല്ല പണിക്കാരായിരുന്നു. പക്ഷേ ഈ മൈക്കാട്ടെ ഡിജയുടെ നല്ല അതിനെ സംബന്ധിച്ച് ആദ്യം ഇറങ്ങിയതല്ലേ. രണ്ടാമത് ഇതിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം കണ്ടിട്ടാണ് മറ്റേ ഇറക്കിയത്. പക്ഷേ എനിക്ക് പുത്ത സാധനം ഡിജെ മൈക്ക് 2 അത്ര സാറ്റിസ്ഫൈഡ് അല്ലേ. അത് വെറുതെ കുറേ ഓപ്ഷനൊക്കെ കൊടുത്തിട്ട് വെറുതെ സാറ്റിസ്ഫൈഡാ. സാനിറ്റൈസർ അടിപൊളി സാധനം. പക്ഷേ സാനിറ്റൈസറിന് ഒരു പ്രശ്നം എന്താ പറയുമ്പോൾ, നമ്മൾ ഈ ഫോണെ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് അതിലേക്ക് ചാർജ് പോകും. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജും പോകും. പിന്നെ ഇതിന് ട്രാൻസിസ്റ്റർ ചാർജ് ആകാൻ ഭയങ്കര സമയം എടുക്കും. ഇഷ്ടമല്ല അല്ല, നീ ഭയങ്കരമായിട്ട് തൃപ്തിപ്പെട്ടെന്നതില് തൃപ്തിപ്പെട്ടില്ല. ഇതാണ് പ്ലാസ്റ്റിക്കാ, ഇതാണ് നല്ലത്. പുതിയത് പ്ലാസ്റ്റിക്കാ. ക്വാളിറ്റി ഉണ്ട്. ഇതാണ് ക്വാളിറ്റി ബേസ്. ഞെക്കല്ലേ പിന്നെ ഇത് വലിപ്പക്കുറവുണ്ട്, മറ്റേ വലിപ്പക്കുറവ്. ഇതിന് കനമുണ്ട്. കനമുള്ള സാധനമാണ് നല്ലത്. ഇതിന്റെ ഉള്ളിൽ സാധനങ്ങൾ നല്ലതായിരിക്കും. മറ്റാ 3 താഴെ വീഴത്തിന് ആ സാധനം പോകും. സ്റ്റാർട്ടാവുന്നുള്ള പ്രതീക്ഷ കേട്ടോ നിൽക്കുന്നു. ഇപ്പം കൊടുക്കുമായിരിക്കും. ഇന്നലെ പുള്ളിക്കാരൻ ഇതേപോലെ ചെയ്യാൻ നേരത്ത് ഞാൻ എൻ്റെ സ്റ്റാൻഡ് എടുത്ത് കൂടെ അടിച്ചടിച്ച് വർത്താനം. പുള്ളിക്കാരൻ ഇവിടെ ഇരുന്ന് മൊത്തം സ്പാനം നോക്കാം. എന്നിട്ട് പുള്ളിക്കാരൻ്റെ വഴക്കം പറഞ്ഞു. ടാങ്കിൻ്റെ അകത്തുനിന്നുള്ള ഡീസൽ വരെ ഇവർ ഊറ്റി വെച്ചു കേട്ടോ. ഡീസൽ അടിച്ചോണ്ട് പോകും. ഭയ്യ ഏ ചോറി ज़्यादा है? रात को निकाल लिया था ना मैंने। चोरी बहुत है इधर ही है ना? वो बाल्टी चोरी ज़्यादा है ना? बैटरी लीडे सब खोल लिया था. ഞാൻ പറഞ്ഞില്ലേ, ബാറ്ററി അടിച്ചോണ്ട് പോകും, എണ്ണ അടിച്ചോണ്ട് പോകും, സെൽഫ് സ്റ്റാർട്ടർ അടിച്ചോണ്ട് പോകും. അതുപോലെയുള്ള ലോ സാധനം അടിച്ചു. നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നുള്ള ആലോചിക്കുന്നു പുറത്തോട്ട്. അതായത് നമ്മൾ ഇവിടെ വിട്ട് ഓടിക്കാൻ കാര്യം പറയാൻ നേരത്തെ നമ്മുടെ വീട് കാണുന്ന ജനങ്ങൾക്ക് അത് വിശ്വാസം വരില്ല. ഇവരെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുതുണി പോലും ഇല്ല പോകേണ്ടി വരും. ഉള്ളിലിട്ട ഡ്രസ്സും കൊണ്ട് നിങ്ങൾ പോകേണ്ടി വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് പോകാൻ നേരത്ത് സേഫായ സ്ഥലം ദാബയോ അല്ലെങ്കിൽ ബങ്കോ. ദാവ വേണ്ട. ദാവ ഇവരും ടൈപ്പ് ആയിരിക്കും. പെട്രോൾ പമ്പിന് അത് CCTV ഉള്ളവന്മാർ കയറില്ല. പിന്നെ ഇവർ പരമാവധി ഇവരുടെ ഇതില്ലേ അടിക്കുന്ന സ്ഥലം നോക്കിയിട്ട് ഒതുക്കി വെക്കും. ആവും വലിയ പ്രശ്നം വരില്ല. കയറാൻ പറ്റാത്ത ഭിത്തിയോട് ചേർത്ത് വെക്കുക. इधर से जैसे
गाड़ी की छोटी बारी होती है ना, वो शीशा फ्रंट वाला छोटा, उसकी रबड़ खोल देते हैं, हाँ तो वो फिर स्प्रे मारेगा, स्प्रे मारते हैं, वो पेपर स्प्रे। फोन पैसे पुसे ले जाते हैं। फोन पैसा सब अभी कुछ ज्यादा है पहले ज्यादा है? पहले नहीं था, अभी है? इधर का आमी है बाहर का आमी है इधर का योगा बाहर का होगा। എന്നെ ഇവനെ അപ്പുറത്തെ പെട്രോൾ പമ്പ് വരെ ഊമ്പിയില്ല അപ്പൊ ആലോചിച്ച് നോക്കി. അതായത് ഇവിടെ കിടക്കുന്ന വണ്ടിയില്ല, രാത്രിയിൽ ഇടാൻ നേരത്ത് അവർ വന്ന് സ്പ്രേ അടിച്ചിട്ട് മൊത്തം അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നും ബസ്സിൽ അങ്ങനെ കൊണ്ടുപോയില്ല കേട്ടോ, കാരണം അതിൻ്റെ അകത്ത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്കറിയാം അതിനകത്ത് ആളം ബലം കൂടുതലുണ്ടെന്ന്. അതായത് നമ്മൾ പറയുമല്ലോ, അതായത് യൂറോപ്പിലും എല്ലായിടത്തും ഈ സാധനം എല്ലാം ഒരേപോലെ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെയാ. അതായത് ഇവരെ പിടിക്കൂല. കാര്യം എന്താണെന്ന് വെച്ചോണ്ട് ഇതിന്റെ ഒരു പകുതി പങ്ക് ഇവിടുത്തെ പോലീസുകാർക്ക് കിട്ടും. അത് കാരണം ഇവർ അന്വേഷിക്കാന്ന് പറയും, എഫ്ഐആറും കാര്യങ്ങളൊന്നും എഴുതൂല. അത് എല്ലാ രാജ്യത്തും തന്നെ, ഇവിടെ മാത്രമല്ല ലോകം മൊത്തം അങ്ങനെയാണ്, സിസ്റ്റം അങ്ങനെയാണ്. നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കി കേട്ടോ, രാവിലെ സ്റ്റാർട്ടാക്കി നല്ല പുകയാ. ആ ലീക്കാടാ, ലീക്കല്ലേ? ആ സംഭവം നല്ല ലീക്കാ, നല്ല പുകയാണല്ലോ. അതൊരു രാവിലെ പഴയ എഞ്ചിനല്ലേ, ഫസ്റ്റ് സ്റ്റാർട്ട് ആയതുകൊണ്ടായിരിക്കും അല്ലേ? നമ്മൾ കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞാലേ പോവുള്ളൂ. പുള്ളിക്കാരനെ വിളിച്ച് കാണിച്ചാലോ? ചോദിക്കാം, ആൻഡ്രജാൻ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കാം. ആൻഡിജാൻ വീഡിയോ എടുത്തിട്ടില്ലേ? ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാം. ഒന്നുകൂടെ കാല് കൊടുക്കാൻ ആൻഡ്രജാൻ അത് അയച്ചു കൊടുക്കാൻ. ചേട്ടാ നല്ല രീതി സാർ, അച്ചാസേ മാറും. അച്ഛാ സാർ, ആ അതണ്ട, നല്ല പുകയുണ്ട്, നല്ല പുകയുണ്ട്. എന്തായിരിക്കും നോക്കാലോ. കോൾഡ് സ്റ്റാർട്ട് അല്ലേ ആൻഡ്രൂ ചേട്ടാ? ഇത് തന്നെ ആൻഡ്രൂ ചേട്ടാ സംഭവം. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരണേ. എനിക്ക് തോന്നുന്നൊരു 5-6 വർഷം കൂടിയാന്ന് തോന്നി സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇല്ല, കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, രാവിലെ മാത്രമേ ഉള്ളൂ, പിന്നെ ഇല്ല. എന്നാ പ്രവർത്തനങ്ങൾ നോക്കട്ടെ, ലീക്ക് വല്ലതും ഉണ്ടോന്നൊക്കെ. ഒരു ചെറിയ വലിപ്പൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ഓർഡർ കൂടെ അങ്ങോട്ട് പോലെ കൈവെക്കല്ലോ, ഹെവി എഞ്ചിനാ. വേണ്ട, അത് ഫാൻ കറക്കുന്നതിന് സൗണ്ട്. ഏതാ? ഇല്ലല്ലേ? കറക്റ്റല്ലേ? വലിപ്പൊന്നുമില്ല. അവർക്ക് അറിയാലോ കറക്റ്റ്. ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് നോക്കട്ടെ. നമ്മൾ ഓരോന്ന് പിന്നെ ഒന്നും നോക്കണ്ട, അത് ഹീറ്റ് കയറുന്നതൊക്കെ ആയിരിക്കും നോക്കുന്നത്. കറക്റ്റ് അവർ നോക്കുന്നുണ്ടോ, മേളിൽ കയറി കണ്ടോ, മേളിൽ കയറി നോക്കുന്നുണ്ടോ ഹീറ്റ് ഉണ്ടോ, മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടോ. എന്തായാലും നാട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ഡീസൽ ഫിൽറ്റർ ഒന്നും കൂടെ മാറ്റിക്കളയണേ. എന്തായാലും ഇത് ഓടിയേ പുകയുണ്ട്. सरदार जी ये क्या है? हवा, स्मोक स्मोक है? गाड़ी ठंडी है ना? തണുത്തിരിക്കുന്നുണ്ടെന്നാ പറയുന്നത്. നേരമാകുമ്പോൾ മാറുന്നല്ലേ പറഞ്ഞ? എന്താ നോക്കുന്നേ? എയർ ഫിൽറ്റർ ആട്ടോ നോക്കുന്നത്. വണ്ടി ചൂടാവുന്നില്ല, വണ്ടി ചൂടാവുന്നില്ല. ഇന്നലെയൊക്കെയാണ് പെട്ടെന്ന് ചൂടായേനെ. ഇന്ന് ഇച്ചിരി മഴ പെയ്താന്ന് വെച്ചാൽ തണുപ്പുണ്ട് അതിൻ്റെ. എന്താ അത് വണ്ടിയുടെ നോക്കുവാടാ ഇവന് ചൂടാക്കാൻ ശ്രമിക്കുന്ന. എയർ ടാങ്കിനാണ് ഇവർ നോക്കുന്നത്. ഓ ഇതിൻ്റെ അടിയിലെ സാധനമൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടോ? അതൊക്കെ ഫിറ്റ് ചെയ്തല്ലേ? ഫോറിന് ഫിറ്റ് ചെയ്താ? ഇല്ല, വളക്കെ ഫിറ്റ് ചെയ്തിട്ടില്ല. ക്വാളിറ്റിയൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് കൈസ്. പണിയുണ്ട്. അതായത് ഇന്ന് ഓടിക്കുമെന്നാണ് പറഞ്ഞത്, ഇനി ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഒലക്കൊക്കെ പിടിപ്പിക്കാറുണ്ട്. 4x4 ഇതുണ്ടോ, ചാർജും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാറുണ്ട്. ബാറ്ററി വെച്ചെല്ലാം സെറ്റപ്പാക്കി. സൗണ്ട് കുഴപ്പമില്ല. പഴയ ടാറ്റയുടെ വണ്ടിയുടെ സൗണ്ട് പോലെ ഇല്ല. പിന്നീട് അതതിൻ്റെ എയർ ഫിൽറ്റർ, അതിൻ്റെ കുറേ കാര്യങ്ങൾ ശരിയാവണ്ടാ സംഭവേ. ചാച്ചാ, ഹായ് ചാച്ചാ. ഗൈസ് 16 വർഷമായി കടയിൽ ജോലി ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണേ. നമ്മുടെ വണ്ടിയുടെ സൈലൻസർ ലീക്കാ കേട്ടോ. അപ്പോൾ ആ പുതിയ വണ്ടിയുടെ തന്നെ സൈലൻസർ ഇട്ടേക്കാം. സൈലൻസർ ലീക്കാ. അതാണ് സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ട് വരാൻ നല്ല വ്യത്യാസമുണ്ട്. സൈലൻസർ ലീക്കാ. പക്ഷേ 100% കേട്ട് വയ്ക്കോ. ഇതേ കേട്ട് വയ്ക്കോ. കുറേ നാൾ സ്റ്റാർട്ടാകാത്ത വണ്ടിയല്ലേ, ഈ റേസിങ് ശരിയല്ല, റേസ് ചെയ്യാൻ പാടില്ല. പഴയ വണ്ടിക്ക് അങ്ങനെയൊന്നുമില്ല. ഇല്ല, സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഓഫ് ആക്കലെന്നേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഇച്ചിരി സമയം ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കലെന്നുള്ളൂ. അങ്ങനെ കുറച്ച് ഇപ്പോഴും പോകുന്ന വണ്ടിയുടെ സൗണ്ട് ഇതാ. ഞാൻ ഇന്നലെ ഇന്നൊരു വണ്ടി ഏൽപ്പിച്ചു തന്നില്ലേ, സൗണ്ട് സൈലൻസർ ചെറിയ ലീക്ക് ഉണ്ട് കേട്ടോ. 100% ചോദിച്ചു സർദാർജിയോട്. അല്ല സർദാർജി ചോദിക്കണ്ട, അവിടെ നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിനല്ലേ? സ്റ്റാർട്ടായി. പിന്നെ സൗണ്ട് എഞ്ചിൻ ആൻഡ്രി ചേട്ടാ, പിന്നെ എഞ്ചിൻ ഭാഗത്തൊന്നും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എയറിന്റെ ചെറിയ പരിപാടികളും സംഭവങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ BS2 ആയതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ആൻഡ്രി ചേട്ടാ. നിങ്ങൾ പറഞ്ഞ ഒരു ഇതിലാണ് ഞാൻ റോട്ടറി എടുക്കാതെ മറ്റേ എടുത്താക്കുന്ന കേട്ടാ.
പമ്പ്. പിന്നെ ക്ലച്ചും മാറ്റുന്നില്ല, എയർ ആക്കുന്നില്ല കേട്ടോ. എയർ നിങ്ങൾ പറഞ്ഞ പോലെ അറിയാം, ഇങ്ങനെ കാല് വെച്ച് പോയി കഴിഞ്ഞാൽ മൊത്തം തീർന്നു പോയി മുമ്പില്ലേ. വണ്ടി ഓടിച്ചപ്പോ ക്ലച്ച് ടൈറ്റ് ഉണ്ടോ നോക്കാം. ടൈറ്റ് ഉണ്ടെങ്കിൽ അവരോട് ക്ലച്ച് മാറിക്കുക. അത് മാറ്റിക്കാം. താഴത്തെ മുകളിലെ സിലിണ്ടർ മാറി ക്ലച്ച് മാറിക്കുക. അത് ചെയ്യാം. ടൈറ്റ് മാറിക്കോളും. പിന്നെ ഭാഗത്തേക്ക് നമ്മൾ നോക്കണ്ട. ആണ്ടച്ചേട്ടൻ നമ്മളവിടെ കൊണ്ടുവന്നിട്ട് ഇവര് ചെയ്ത് നോക്കണ്ട, നമ്മളവിടെ കൊണ്ടുവന്നത് മൊത്തം ടെസ്റ്റ് നോക്കുക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് സാധനം കൊണ്ടുവരാം. ഒരു 5-6 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും. എന്നിട്ട് ഇട്ട് പണിയാം. ഞാൻ വന്നപാടെ അങ്ങോട്ട് വരാം. ഓക്കെ, ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കും, എടുക്കണേ. ഓക്കെ ഓക്കെ ഗൈസ്, ആൻഡ്രോ ചേട്ടനോടാണ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. അബോ എനിക്ക് തോന്നുന്നൊരു 20-30 years above experience in heavy vehicle. And another one is Walson, is very big master in that field, but now not available in Kerala, is Canada. His children's enjoying in another place. Anthony is telling every day video you watching, no problem. You any doubt I will call you and confirm. Anthony is telling BS2 vehicle is very nice, no tension. Everything is please listen. This vehicle is running in the road. Clutch എന്തെങ്കിലും പറയാൻ അറിയാവോ അതേപോലെ? In clutch new making in Anthony telling. Anthony telling here not working. In Kerala come in Anthony working full work. Yeah okay. ആന്റണി എന്നൊരു പേരുള്ളതുകൊണ്ടല്ലേ ഇവൻ രക്ഷപ്പെട്ടു കേട്ടോ. ആന്റണി അലിയാരുടെ ബോലൻ അല്ലേ നമ്മുടെ എന്നാ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയ പണിക്കാരനാണ്. ഫുള്ള് നല്ല പുള്ളി ഒരു നമ്മൾ പറയില്ലേ, ചില ആൾക്കാർ വണ്ടി തൊട്ടാൽ ചൊവ്വാവുന്നു, എപ്പം വിളിച്ചാലും അവൈലബിൾ ആവും, കാര്യങ്ങൾ പറഞ്ഞു തരും. ഏത് പാതിരാത്രി വേണേലും വിളിച്ചിട്ട് ഇതാക്കി തരും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടി പണിതിലൊക്കെ നമ്മുടെ എന്താണോ വണ്ടിയുടെ കുഴപ്പം അതൊക്കെ പുള്ളി മാറ്റി തന്നു. എന്തായാലും ഇതിപ്പോൾ ഇവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ബെത്തോട്ട് പറഞ്ഞത് പറഞ്ഞത് അത് നോക്കണ്ട. പിന്നെ പഴയ വണ്ടികൾക്ക് ടർബോ ചാർജ് ആവുന്നോടം വരെ ഉണ്ടാവുന്നു. ഈ പുള്ളി പണിയറിയുന്ന ആളാ മോനെ, ഈ സർദാർജി ആണോ? അയാൾ പറയുന്ന പോലെ തന്നെ മറ്റേ പുള്ളിയും പറയുന്നത് ആണോ? എല്ലാം ഒരുപോലെ വരില്ല. പുള്ളി പഞ്ചാബിൽ കിടക്കുന്നു, മറ്റേ പുള്ളി കേരളത്തിൽ കിടക്കുന്നു, എല്ലാം ഒരേപോലെ ഒരു വേറെ കാര്യമുണ്ട്. ഇവര് നമ്മുടെ ആന്റണി ചേട്ടൻ ഷോറൂമിൽ പണിയെടുക്കുന്നത്, ഇവരൊക്കെ ലൈനിൽ പണിയെടുക്കുന്ന ആൾക്കാർ, ഏത് പാതിരാത്രി പാർട്സ് ഇല്ലാത്ത പാർട്സ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞാണ്. ക്ലച്ചിന്റെ കേസ് തന്നെ പറഞ്ഞേ, ക്ലച്ച് നോക്കണമെന്ന് ചവിട്ടി കഴിഞ്ഞില്ല, ഇവിടുന്ന് മാറ്റിയിട്ട് വരാവുള്ളൂ. അല്ല, ക്ലച്ച് നോക്കി വരാനാ പറഞ്ഞേ, മാറിയാക്കാൻ അല്ലേ? സെൽഫ് കൊടുക്കുക കേട്ടോ. സെൽഫ് എടുക്കാനും അവിടെ അടിക്കുന്നു. സ്റ്റാർട്ടായി സാധനം സ്റ്റാർട്ടായി. അവിടെ കൊടുത്താട്ടെ അടിക്കുന്നത്. ഈ സാധനം പിന്നെ ആർക്ക് സ്റ്റാർട്ട് ചെയ്തോണ്ട് പോവാം, പണി അറിയാവുന്നവന്. ഇത് കീ ഉണ്ടെന്നൊന്നും വേണ്ട, പുഷ് ബട്ടനാ. പുഷ് ബട്ടൺ ഇപ്പോഴല്ലേ കാറിനൊക്കെ പുഷ് ബട്ടൺ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ വണ്ടി മുന്നേ 80s 90s മുതലുണ്ട്. ഞാൻ വെറുതെ തമാശ. ഇപ്പോഴത്തെ വണ്ടിക്ക് പുഷ് ബട്ടന് വില കൂടുതലല്ല. സെയിം വണ്ടിയൊക്കെ ഉണ്ടാവും, ഒരു പുഷ് ബട്ടൺ ഇല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ കുറവ്, പുഷ് ബട്ടൺ ഉണ്ട് 2 ലക്ഷം രൂപ കൂടുതൽ. സെക്കൻഡ് ഹാൻഡ് പുറത്തിറങ്ങുന്നതിനെ കുറിച്ച് കൊതിയാവുന്നു. പണ്ടാരം ഒന്ന് ഓടിക്കാൻ വേണ്ടി അവർ ഓടിക്കുമ്പോൾ അതിന്റെ കൂടുതൽ പോയി ഇരിക്കണം, അതിന്റെ അകത്ത് ഇരിക്കണം. എന്തെങ്കിലും കൊടുത്തിട്ടാ പോവുള്ളൂ, പുള്ളിക്കാരൻ എന്തെങ്കിലും കൊടുത്തിട്ടാ പോവുള്ളൂ. ഒരു വെള്ളം പോലും മേടിച്ചു. വണ്ടിയുടെ ഗിയർ ബോക്സ് പോയി. എൻ്റെ ഗിയർ ബോക്സ് പോയി, ഗിയർ ബോക്സ് മാറ്റണം. നല്ല ആളായതുകൊണ്ടല്ലേ പറഞ്ഞേ, നല്ല വെള്ളം ഇട്ട് ഓടേണ്ട വന്നാൽ. നല്ല വേറെ വലിയ ആൾക്കാരാണ്. ഇതാണ് ഇവരുടെ ഭക്ഷണം കേട്ടോ. ഡാല്, റൊട്ടി, പിന്നെ സവോള. പണിച്ചായേ എടാ ഒരു ബിൻഡി ഫ്രൈ മേടിച്ചോ പാവങ്ങൾ. ബിൻഡി ഫ്രൈ ഇവർക്ക് ഇതൊക്കെ കേട്ടോ മെയിൻ സാധനം. പറയണ്ട, മേടിച്ചോണ്ട് വാ. 1-2 ഗിയറുകൾക്ക് കംപ്ലൈൻറ്റ് വരാറ്. ഇത് മൊത്തം പോയി കേട്ടോ. ഇനി ഇവിടുന്ന് അവിടെ പോയി ഗിയർ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇടണം. ഇട്ടിട്ട് ഇന്ന് വണ്ടി ഓടിച്ചു നോക്കണം. ഇന്ന് ഓടിച്ച് നോക്കിയിരിക്കണം കേട്ടോ. ഇല്ലേ പരിപാടി നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കൂല. ആകെ ടെൻഷനായി. വേറെ ഒന്നുമല്ല, അതായത് ഇതാണ് നല്ല ആൾക്കാരുടെ അടുത്ത് വന്നു കഴിഞ്ഞുള്ള പ്രത്യേകത. വേറെ വല്ലവരാണ് അതെങ്ങനെയും തട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത് തന്നിട്ട് വിടും. വല്ലടാ പിന്നെ അതെ, ഉമ്മിക്കോളാൻ പറയും, ഉമ്മിക്കൊണ്ട് പോകും. ഒന്നുമില്ല, ഗിയർ എടുത്തോണ്ട് വരുന്നു. പിന്നെ ഇവിടുന്ന് വരേണ്ട സമയം മാത്രം ഊരിക്കായിരുന്നു. കാരണം പടാപാട്ട് പരിപാടിയാണല്ലോ. ബാക്കി എല്ലാം റെഡിയായിപ്പോൾ അത് മാത്രം. കാരണം വീഴുന്നില്ല, ഒരെണ്ണം പോലും വീഴുന്നില്ല. സർദാർജി പറഞ്ഞ കേട്ടോ. അത് വലിയ റെഡിയായിപ്പോലെടാ. എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇത് എന്നേലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. സത്യം, ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് ഇതൊക്കെ വിഷമങ്ങളായി മാറുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ അങ്ങ് ഉപേക്ഷിക്കാൻ, എപ്പം നന്നാക്കി കൈത്തരുന്നു അപ്പം എടുക്കാമെന്ന് അങ്ങ് തീരുമാനിക്കും അല്ലേ ലിവിനെ? അതെ, അതല്ല. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഇതേപോലെ ഇരിപ്പ് തുടങ്ങിയിട്ട് ഇപ്പം ദിവസം 7 എത്രയാടാ? 7 അല്ല, 9 ദിവസം കണ്ടാകാൻ പോവാ. എത്ര? 9 ദിവസം ആകാൻ വേണ്ടി പോവാ. അല്ലേ, 9 ദിവസം ആകാൻ വേണ്ടി പോവാ. 7-ാം തീയതി നമ്മളിവിടെ വന്നേ. 7-ാം തീയതി. ഇപ്പം എന്താ ഡേറ്റ്? 8, 9, 10, 11, 12, 1. എത്ര നമ്മൾ വന്നേ? 7-ാം തീയതി.
8, 9, 10, 7 രാവിലെ ഡൽഹി വന്നിറങ്ങി ഇവിടെ വൈകുന്നേരം എത്തി. 14, 15, 16, 17, 10 ദിവസമായി അല്ലേ? ആ പുള്ളിക്കാരൻ പൂരം തെറിയ കേട്ടോ. തെറിയെന്ന് പറഞ്ഞാൽ എന്നെ തെറിയാന്നറിയോ പുള്ളിക്കാരൻ. എന്നിട്ട് അവസാനം സാധനം ഇപ്പം പോയി എടുക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. ഒന്നും തീരുമാനമായിട്ടില്ല. പോയി എല്ലാരും കൂടെ നോക്കി ഒരുമിച്ച് പോയി നോക്കി. നമുക്ക് പോകണം. നമുക്കും പോവാം. നമുക്കും പോവാം. ഇത്ര നല്ല നോക്കി എടുക്കാം. അല്ല അവർ പറയുന്നത് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി 5-6 വണ്ടിയുടെ ബോക്സ് ഊരിയത് അവിടെ. അതുകൊണ്ട് പുള്ളിക്കാരൻ ഗിയർ ബോക്സ് ഊരാൻ വേണ്ടി പോവാണ്. പുള്ളി ഗിയർ ബോക്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളും പോവാം. വെള്ളക്കുപ്പി എടുത്തോ. ഇത് കയറുമെന്ന് ചോദിച്ചേ. ഇല്ല, 3 आदमी नहीं जाएगा. 3 आदमी नहीं जाएगा ना. ഇല്ല, നമുക്ക് ഓട്ടോ में जाएगा. ऑटो में जाएगा. आएगा 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 ऑटो में. हम नहीं है. हाँ नहीं 2 आएगा. मैं ऑटो में जाएगा सरदार. ഗൈസ്, ഞങ്ങളൊരു ഓട്ടോയിൽ നേരെ അവൻ്റെ അടുത്ത് പോവാണ്. നിങ്ങൾ വിചാരിക്കും ഈ നട്ടുച്ച നേരത്തെ എന്നാത്തിൻ്റെ കിഴപ്പാണ്. വാ, ഇതൊക്കെ ഒരു ആവേശമാണ് ഗൈസ്. അത് എങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് അല്ലേ? നമ്മൾ ഗിയർ ബോക്സ് എടുക്കാണ്ട് പോവാണ്. ഈ ഗിയർ ബോക്സ് എടുക്കാണ്ട് പോകുമ്പോൾ നമ്മൾ ഈ കല്യാണം കഴിക്കുമ്പോൾ പെണ്ണുങ്ങൾ ചരക്കെടുക്കാൻ പോകില്ല. അതായത് ചരക്ക് ഉദ്ദേശിക്കുന്ന സ്വർണ്ണം എടുക്കാൻ പോകുന്ന പോലെയാണ്. അവരവർക്ക് ഇഷ്ടമുള്ള ഗിയർ ബോക്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരവർക്ക് चौक चौक आगे चौक वो ब्रिज वाला चौक है. वाला चौक है ना. इधर नहीं है, उधर बाईपास का सामने. बाईपास के सामने ये चौक नहीं है ना. अदर एक ही चौक है ना. ब्रिज का नीचे. हाँ सरना. सरना नहीं जाएगा. सरना जाने के लिए कितना है? सरना जाने के लिए कितना है? कितना लगेगा? हाँ 100 रुपीज. तो ज़्यादा बोला. आपको लेके जाना और सवारी. ഓക്കെ എന്നാ വിട്ടോ വിട്ടോ. जाओ जाओ. मैं दूसरा गाड़ी में जाएगा. टाटा. നൈസ്. അത്രേ ഉള്ളൂ. പ്രശ്നം കഴിഞ്ഞു. അവൻ ഈ വണ്ടി മലക്കപ്പൂർ വരെ പോകത്തുള്ളൂ. അവന് സാറിനേക്ക് വേറെ വണ്ടി പിടിക്കണം. നമ്മൾ അതിനായിക്ക് 100 രൂപ പറഞ്ഞാൽ പണ്ടാര അതിന് പോയാൽ മതിയായിരുന്നു. 20 രൂപ കൂടുതലുണ്ടായിരുന്നുള്ളൂ. വെറുതെ ലാഭം മുമ്പാൻ പോയതാണ്. അപ്പോൾ മൊത്തത്തിൽ മുമ്പ് ഇതുണ്ട് എന്തോരം ട്രക്കുകളാന്ന് നോക്കിയാൽ പണിയാൻ വേണ്ടി കൊണ്ടിട്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ മുതലാളി എങ്ങനെ കിടന്നുറങ്ങൂടെ? എത്ര ടയറാണ് പണ്ടാരത്തിന്. ടയർ ഊരി പോയിട്ടുണ്ട്. വേറെ കാര്യമുണ്ട്. ടയർ ഊരിപ്പോയി പൊട്ടിയാൽ പോരെ തീരാൻ. അല്ല, ഇവിടെ എന്ത് ചെയ്താലും മുതലാളിനെ കബളിപ്പിക്കും. पैसा दिएगा. पैसा दिएगा. एक्स्ट्रा पैसा दिएगा. उधर जाएगा ब्रिज के पीछे नीचे. इधर वो सीधा जाओ. उधर एक ब्रिज है ना. ब्रिज का नीचे. അതിലെ പോട്ടെ പോവാം. ഇപ്പം വീണ്ടും ഇറങ്ങി കയറാം. നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഏത് ഗിയർ ബോക്സ് എടുക്കുന്നത് നോക്കട്ടെ. ടാറ്റാ ബൈ ഗുഡ് ബൈ. ഗൈസ് 100 രൂപ കൊടുത്തോട്ടോ. നേരത്തെ എന്നല്ല ലാഭം നമുക്ക് ഇവിടെ നമ്മൾ പടിവാതിക്കൽ ചെന്ന് ഇറക്കി വിടില്ല. നമ്മൾ നോക്കുക കേട്ടോ. അടുത്ത സാധനം നോക്കുവാണേ. ഹൈഡ്രോളിക് ക്ലച്ച് പോലെ അത് പറ്റൂല. അതിനാ ഹൈഡ്രോളിക് ക്ലച്ച് പോലെ നമുക്ക് നോർമൽ വേണ്ട. ഇത് കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു. എടാ ഇതെന്നാണ് ലൈലാൻഡ് എച്ച് സീരാസ്. ഇതാ ലൈലാൻഡ്. ഇത് 6 സിലിണ്ടർ ആട്ടോ. ഇത്രയും വലിയ എഞ്ചിനാണ് നമ്മുടെ വണ്ടി. 4, 5, 6 സിലിണ്ടർ എഞ്ചിൻ. ഇത്രയും വലിയ ഗിയർ ബോക്സ് എഞ്ചിനാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത് കേട്ടോ. ഇത് പറ്റൂലെന്ന് പറഞ്ഞാൽ ഇത് ടാറ്റയുടെ തോന്നുന്നു. അല്ലേ? ഇതന്നെ മറ്റേ പ്രശ്നം. മറ്റേത് ഏത് ഇതെന്തിൻ്റെയാ പൊളിക്കുന്നത്? ഇതെന്തിൻ്റെയാണ് പൊളിക്കുന്നത്? ടെട്രാ. टेट्रा का इंजन है ना? अल्ला टाटा का. टाटा का. ये टाटा का. कौन सा कंपनी है भैया? टाटा. मेड इन चेक रिपब्लिक. टेट्रा. टेट्रा ना मतलब टेट्रा है ना. टेट्रा इंजन मेड इन चेक रिपब्लिक. टेट्रा का है ना भैया? टेट्रा പുള്ളിക്കാരൻ അറിയത്തില്ല. ആ ടെട്രാ का. എത്ര സിലിണ്ടർ ആണെന്നറിയാമോ? 12 സിലിണ്ടർ. ഇത് പെട്രോളാ വണ്ടി. 8 में 15. 8 में 8 नहीं है ना. 8 का ज़्यादा आएगा. 15 यही ना. इधर ही 1 2 3 4 5 6 7 8. हाँ अरे 1 2 3 4 5 6 7 8 സിലിണ്ടർ. ഇത് ടെട്രയുടെ എഞ്ചിനാണെന്ന് വെച്ചാൽ അതുപോലും ഇവന്മാർക്ക് അറിയില്ല. അതായത് ഇത് പണ്ട് കാലത്ത്, അതായത് നമുക്ക് അറിയത്തില്ലേ ഷെല്ലില്ലേ മറ്റേ സാധനം, അതിന്റെ പേരെന്നായിരുന്നു? ഇവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിന്റെ എഞ്ചിൻ പോലെ ഉണ്ട്. നോക്ക് ദേ ടെട്ര. ഇതാണ് ടെട്രയുടെ ആ ഒരു ഫ്ലൈറ്റ് എഞ്ചിൻ പോലത്തെ. ഇത് ടെർബോയുടെ ഭാഗം ഈ സാധനം. എന്താ പൊന്നെ ഇതാ ടെർബോ. ടെർബോ ലീഫ്. പണ്ട് കാലത്ത് ബീരങ്കി ഇല്ലേ, ബീരങ്കി ലഡാക്ക് പോലത്തെ ഏരിയൻ്റെ അകത്ത് സാധാ നമ്മുടെ വണ്ടിയും കൊണ്ട് വലിഞ്ഞു കയറൂലായിരുന്നു, വലിയില്ലായിരുന്നു. അങ്ങനെ വരുത്തിയ സാധനമാണ് ഈ ടെട്രയൊക്കെ. ഇത് എനിക്ക് എന്തോ ഇതിൻ്റെ ഇത് പറഞ്ഞത് എന്തോ ഹോങ്കോങ് കമ്പനിക്ക് കിട്ടിയ ഡീല് വീണ്ടും നമ്മൾ തിരിച്ച് എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത് കുറേ സംഭവങ്ങൾ പറയുന്നത്. കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ, പറഞ്ഞു തരാൻ വേണ്ടി. ഇതെന്തായാലും ലാസ്റ്റ് ഇത് BML വഴി ഇപ്പം കഞ്ചിക്കോട് ഉണ്ടാക്കുന്നത്. പക്ഷെ പണ്ടത്തെ അത്ര വണ്ടി ഇറങ്ങുന്നില്ല ഇപ്പം. ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം മിസൈൽ വഴിയല്ല എല്ലാ സാധനം ചെയ്യുന്നത്.
എന്റെ ദൈവമേ, ട്രാക്ടറുടെ സെൽഫ് നോക്കിയാ നിങ്ങള്. ഇതൊക്കെ പോയ എന്ത് ചെയ്യും? എന്റെ ഏടാ ഇത്തിനാ പെടായനാ. നിങ്ങൾ മറ്റേ ഇത് കണ്ട ചിരിക്കും. ഏതാടാ എന്നാ മറ്റേ ഇത് നമ്മുടെ ടാറ്റയുടെ ഒക്കെ തലയിലെ ലൈലാൻഡ് ഒക്കെ ഉണ്ട്. ഏക്കായേ ഡബ്ബ മേളത് അലുമിനിയനാ? ഓ അലുമിനിയം. ഇതാ ഇതിലൊക്കെ ടെട്രാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഇതിന്റെ സാധനം. അങ്ങനെയൊന്നും കംപ്ലൈന്റ് ഇങ്ങനെ ഒടിയൊന്നുമില്ല ഇവനെ. ഇത് നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എന്തെല്ലാട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം ഗൈസ്. എന്തായാലും നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഊരിയെടുക്കണം. ഇപ്പോഴത്തെ പ്രശ്നം ഇതല്ല. ഇപ്പോഴത്തെ നമ്മുടെ ഗിയർ ബോക്സ് ഇല്ല, അതാണ് സർദാർജി അതിൽ അങ്ങനെ നോക്കി അലുമിനിയം ആണോ അവിടെ വരിക? അലുമിനിയം. ടയോട്ടയുടെ ഒക്കെ സാധനം അലുമിനിയം അല്ല, ഇരുമ്പാ. എഞ്ചിൻ അനങ്ങൂല. എത്ര കളിച്ചാൽ പെട്രോൾ എഞ്ചിനാ ഇത്. എടാ ഇത് 1980, 70, 90 കാലഘട്ടത്തിലെ വണ്ടികളെ ഇപ്പോൾ ഈ ഇതിനു വേണ്ടി ഗിയർ ബോക്സിന് വേണ്ടി സംസാരിച്ചോണ്ടിരിക്കുക. പുള്ളിക്കാരനെ കോട്ടറിനെ പിടിച്ചാക്കുന്നത്. ഈ സാധനത്തിനെ കിട്ടാൻ പാടാട്ടോ. അതാണ് ഗിയർ ബോക്സ്. അതാണ് ഗിയർ ബോക്സ് അവിടെ കൊണ്ടുതരണ്ടേ. അതിന്റെ കാര്യം ക്രെയിൻ്റെ പുള്ളിക്കാരൻ ഒരു സൈഡിലോട്ട് ആടിപ്പോകുന്ന ഡീസലാട്ടാ. ഡീസൽ ഗൈസ് ഇത് കൂട്ടേ ജനറേറ്റർ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. 3 എണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ സർവീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിസ്സാര കാശിന് കിട്ടും. എന്നുവെച്ചാൽ വലിയ നിസ്സാരമല്ല, അത്യാവശ്യം നിസ്സാര കാശിന് കിട്ടാൻ സാധ്യതയുണ്ട്. ബിർളയുടെ വെറുതെ കിട്ടൂല. വെറുതെ കിട്ടൂല. അതിന് ഞാൻ ലിവിനും പ്രൈവറ്റ് സ്റ്റേഷനിൽ പോയിരിക്കേണ്ടി വരും. അപ്പം അതുപോലെ തന്നെ അവിടെ രണ്ടെണ്ണമുണ്ട്. നമുക്ക് വർക്ക്ഷോപ്പിന് ആവശ്യമാണ്. അപ്പോൾ അത് ഇവിടുന്ന് തുടക്കത്തിൽ നമ്മൾ പുതിയതൊന്നും മേടിക്കണ്ടല്ലോ. അതെ, ഞങ്ങൾ ഈ വർക്ക്ഷോപ്പിന് ഓരോ സാധനം ശേഖരിച്ചുകൊണ്ടിരിക്കുക. ഈ ഉറുമ്പ് ശേഖരിക്കൂലേ? ഉറുമ്പല്ല, കിളി കൂട് ഉണ്ടാക്കുന്ന പോലെ. ഈ കാണുന്ന ബുള്ളറ്റ് വിറ്റ് എത്ര? 1.25 ലക്ഷം രൂപ. 1.80, 1,80,000 രൂപയ്ക്ക് പേപ്പർ അടക്കം. എങ്ങോട്ടാ? കാനഡയ്ക്ക്, ഓസ്ട്രേലിയ, കാനഡ. അങ്ങോട്ടും എങ്ങോട്ടെങ്ങാനും വിറ്റ് കേട്ടോ. ഇതാ പൊളാരിസ് ഇരിപ്പുണ്ട് കേട്ടോ, ആർമിയുടെ പൊളാരിസ്. ഇതൊന്നും സക്സസ് ആവില്ല കേട്ടോ. ഇത് പോയല്ലോ പ്ലാസ്റ്റിക്കാ. നമ്മുടെ നാട്ടിൽ കയറിയിരിക്കുന്നവർ ഒടിഞ്ഞു വീഴും. അല്ല, പുറത്ത് ഓടിക്കാൻ സമ്മതിക്കില്ല നാട്ടിൽ. പുറത്തൊക്കെയാണ് പേപ്പർ കിട്ടിയാൽ ഈ സാധനം ഇവിടെ കിട്ടും കേട്ടോ, നിസാര കാശിന്. ട്രാക്ടറുടെ പണി ഉള്ളിൽ ആർമിക്കാർ മാത്രമേ പണിയുള്ളൂ കേട്ടോ. പുറത്തൊരു മനുഷ്യൻ പണിയില്ല എന്ന് പുള്ളി സർദാർജി എന്നോട് പറഞ്ഞു. ഒരു മനുഷ്യൻ, ആർമി മാത്രമേ ചെയ്യുള്ളൂ. തല ഇറങ്ങി. ഇവിടെയുള്ള അണ്ണന്മാരൊക്കെ ഇതിൻ്റെ ആൾക്കാരാട്ടോ. ഈ എഞ്ചിനാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അമ്മാതിരി എഞ്ചിനാ. 8 സിലിണ്ടർ എഞ്ചിനാ. ഇതിൻ്റെ 12 ഉണ്ട് കേട്ടോ. 15 എഞ്ചിനുണ്ട്. എല്ലായിടത്തും ഇതുണ്ടോ ടെക്ട്രാന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ. ചെക്ക് റിപ്പബ്ലിക് സാധനമാണ്. ഇപ്പം വലിയ അപ്ഡേഷനൊന്നുമില്ല, കാരണം ഇന്ന് ലോകത്തിന് ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. കാരണം നമ്മൾ യുദ്ധത്തിനുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞല്ലോ ഇത് ഉപയോഗിക്കല്. പണ്ട് ഈ വണ്ടി അങ്ങനെയുള്ള പെട്ടെന്ന് ആൾക്കാരെ എത്തിക്കാനുള്ളതായിരുന്നു. ആൾക്കാരല്ലടാ, ഈ ഇതില്ല മറ്റേ സാധനത്തിന് ബീരങ്കി ഇല്ലടാ. ടാങ്ക് റഷ്യയുടെ അടുത്തുണ്ട്, ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. പക്ഷെ കാര്യമില്ലല്ലോ, ടെക്നോളജി മാറിപ്പോയില്ലേ. ഇപ്പം എല്ലാം മിസൈൽ അതുപോലെ സാധനങ്ങളായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇപ്പം വലിയ സ്കോപ്പില്ല. ആജ് കരേഗാ പൂര, കൽ പൂര നിക്കാലേഗാ, ये किधर जाएगा? മായാപുരി സെക്കൻഡ് ഹാൻഡ് में जाएगा. ഓ ഇത് ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് എഞ്ചിൻ മൊത്തം ദില്ലിക്ക്. ഇതെന്നെ സംഭവം എന്ന് പറയാം, ആർമിയുടെ അടുത്ത് ഇവരെടുക്കും. ഇവരിങ്ങനെ ഓരോ പാച്ച് ആക്കും, എന്നിട്ട് ആർമി ഇവരുടെ അടുത്ത് തന്നെ വാങ്ങും. വേറെ വഴിയില്ലല്ലോ സെക്കൻഡ് ഹാൻഡ് അല്ലേ. പിന്നെ പല രാജ്യത്തോടും പോടാം. ഇതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മോനെ, ക്രാങ്കൊക്കെ കറങ്ങുന്ന സാധനങ്ങളുടെ ഉള്ളൊക്കെ നോക്കിയേ. ഇത് പറയില്ല, ഇത് സ്റ്റാർട്ട് ആകാൻ തന്നെ 1 ലിറ്റർ എണ്ണ വേണം. 1 ലിറ്ററിന് ഞാൻ വല്ല തെറിയും പറയും. 1 ലിറ്റർ നാക്കിൽ വരെ തുള്ളി വീണ പോലെയാണ്. കുറഞ്ഞതൊരു 150 ലിറ്റർ വേണം ടാങ്കിൽ ഇതൊന്ന് കറങ്ങി വരാൻ വേണ്ടി. ഒരു പെട്രോൾ എഞ്ചിനാണ്. ഇതിനെക്കുറിച്ച് 1 കിലോമീറ്റർ 4 ലിറ്റർ പെട്രോൾ. ടെട്രയെ കുറിച്ച് പറയുവാണല്ലേ, അതേപോലെയാണ് ടെട്ര. ഇതിലും വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. മാൻ്റെ വലുതുണ്ട്, വോൾവോയുടെ വലുതുണ്ട്, പീറ്റർ ബിൽഡിന്റെ വലുതുണ്ട്, അമേരിക്കൻ ബ്രാൻഡ്സ്. മാൻ്റെ ഉണ്ട് കേട്ടോ, ശരി നീ പറഞ്ഞു. മാൻ്റെ ഉണ്ട്, പീറ്റർ ഉണ്ട്, പീറ്റർ. പിന്നെ മറ്റേ ഇതിന്റെ അമേരിക്കയുടെ അല്ല, അങ്ങനത്തെ കുറേ കമ്പനികളുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ. എന്നൊക്കെ അറിയത്തില്ല കേട്ടോ, എന്തൊക്കെയോ കാണിക്കുന്നത്. നമ്മളാണ് ഗിയർ ബോക്സ് കിട്ടാതെ ഇവിടെ കിടന്ന് നിശാന വരുന്നതിൽ നമ്മൾ രക്ഷപ്പെട്ടാനെ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, കാർത്ത് കരിവണ്ട് പോലെ ആയിപ്പോ കേട്ടോ. വെളുത്ത് തൂടുത്ത് സ്റ്റാർട്ട് ചെയ്തു. സർദാർജി ഗാഡി മേ ജായേഗാ. എന്നാൽ നമുക്ക് അപ്പുറം ഇപ്പുറം നിന്നാൽ മതി, ഓട്ടോയ്ക്ക് പോകണ്ട. ഈ സാധനത്തിന് ഗിയർ ബോക്സ് കൊണ്ടുപോകാം കേട്ടോ. ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചാലോ? അതിനാ ട്രാക്ടർ ഇന്നുവരെ ഓടിച്ചിട്ടില്ല. ഗിയർ ബോക്സ് ഇതാ കയറ്റും കേട്ടോ. ഇതെന്താണ് ആശാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. അത് കയറ്റി പൊക്കുമായിരിക്കും.
ആ ഓ അതവിടെ കയറ്റി ലോക്ക് ചെയ്യുവാടല്ലോ ഇവനെ. മറ്റേത് ആ സമയത്ത് അവിടെ ഊരും കേട്ടോ. മറ്റേ ആ സമയത്ത് അവിടെ ഊരും. നമുക്ക് ഇതിന് പോവാം ലിവിനെ, നമുക്ക് ഇതിന് പോവാം അല്ലേ? അതെ അതെ അതെ. കൈസ് നമുക്ക് ഈ സ്വരാജ് മസ്തക്ക് സർദാജിന് കൊടുത്ത് പോകാം. പുള്ളിക്ക് ഒരു ക്വാർട്ടർ മേടിച്ച് കൊടുത്താൽ കേട്ടോ. ഇപ്പം തന്നെ ഒരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കാം. അടുത്ത് പറയുന്ന ഒരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പരിപാടി നടക്കില്ല. ലോകത്തിലെ ഏതൊക്കെ പാർട്സ് ഉണ്ടോ ഇന്ത്യൻ ആർമി ആരൊക്കെയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ തന്നെ. ബോഷ് മെയ്ഡ് ഇൻ ഹംഗറി. ബോഷ് ഹംഗറി അല്ല ജർമ്മനാണ്. ഹംഗറിയിൽ മാനുഫാക്ചർ. പക്ഷേ ഇത് കണ്ടോ ഇവിടെ ഉണ്ടോ മെയ്ഡ് ഇൻ ജർമ്മനി. മെയ്ഡ് ഇൻ ജർമ്മനി പല സാധനം പലയിടത്തല്ലേ ഉണ്ടാക്കുന്നത്. പല സാധനം നോക്കുന്നത് എല്ലാ സാധനം നോക്കുന്നത് മെയ്ഡ് ഇൻ ചൈന എന്നാണ്. ഇനി ഇന്ത്യ വരും കേട്ടോ. ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ. ക്ലച്ചുകൾ, ഷാഫ്റ്റ്, അതുപോലെ തന്നെ ക്ലച്ചുകൾ, ഗിയർ ബോക്സുകൾ, എഞ്ചിനുകൾ, അതൊക്കെയാണ് ഇവിടെ മൊത്തം. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. അവിടെ ടാറ്റയുടെ മീറ്റർ ബോർഡുണ്ട്, ലൈലാൻഡിൻ്റെ ഇതൊക്കെ നമുക്ക് ആയില്ല. ഇവിടെ വന്നിട്ടൊരു സർച്ചിങ് ഉണ്ട്, ഒരു 1.5 സർച്ചിങ്. ക്ലച്ച് നല്ല കിട്ടുകയെന്ന് പറഞ്ഞാൽ എടുത്തിട്ടായിരുന്നു. ക്ലച്ചാ എയർ സസ്പെൻഷൻ ഉള്ള ഏതോ വണ്ടി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എയറിൻ്റെ ഫൈനലി നമ്മളങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് കയറ്റുകയാണ്. ആകെ ഈ ഒരു സാധനം ഉള്ളൂ, അതായത് ഗിയർ ബോക്സ്. അതിനും മേളിൽ ടോ ചെയ്ത് വെച്ചാൽ മതി. അവിടുന്ന് കേട്ടേണ്ട കാര്യം ഏറ്റവും വലിയ കോമഡി എന്നറിയോ, ഈ പുള്ളിക്കാരൻ പൂസ അടിച്ച് കിറുങ്ങിയിരിക്കുന്ന ആശാൻ്റെ കൂട്ടത്തിലാണ് പോകേണ്ടത്. ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല ഗൈസ്. മദ്യപിച്ചാൽ എന്ത്, മദ്യപിച്ചില്ല എന്ത്. പുള്ളി പോയി സർദാർ जाएगा मेरे साथ जाएगा मैं भी आएगा इधर अभी. അങ്ങനെ സർദാർജിയുടെ കൂട്ടത്തിൽ പോവുകയാണ്. സർദാർജിക്ക് एक क्वार्टर अभी दिएगा ഗൈസ്. ക്വാർട്ടറൊക്കെ മേടിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇധർ ചവിട്ടേगा ഓ मैं इधर ये अब इधर ये मैं किधर डालेगा അയ്യോ ആ ठीक है जाओ. അങ്ങനെ ആദ്യമായിട്ട് ട്രക്കിന് ലോങ് റൈഡ് പോവാണ്. बाईपास का एक दुकान है ना, उधर स्टॉप करो, मैं एक क्वार्टर दिएगा. ക്വാർട്ടർ ബെഡിയായി. ക്വാർട്ടർ ഒരു ക്വാർട്ടറിനാട്ടോ ഈ ഓട്ടം പിടിച്ചേക്കുന്നത്. വിശ്വസിക്കില്ല അല്ലേ? പുള്ളി വരത്തില്ല. ഓട്ടോയ്ക്ക് കൊടുക്കണം 100 രൂപ അല്ലേ? അതാ പുള്ളിക്കാരന് കൊടുത്താൽ പോരെ. 100 രൂപയ്ക്ക് നീ പറയും 100 രൂപയ്ക്കൊന്നും കിട്ടൂല. 100-250 രൂപ എങ്ങനെയാന്ന് തോന്നുന്നു ഇപ്പം ക്വാർട്ടറിന്. ഏതാ ക്വാർട്ടറിന് എനിക്കറിയില്ല. ഞാൻ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. നമ്മുടെ ക്ലച്ച് അല്ല, നമ്മുടെ ഗിയർ ബോക്സാണ് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെയാണോ തൂക്കിക്കൊണ്ട് പോകുന്നത്? കുഴപ്പമില്ല. വിറവല്ല. ഞാൻ ഒരു താഴെ പോകൂടാ. ഞാൻ 2 സൈഡും പിടിച്ചിട്ടുണ്ട്. 2 സൈഡിലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ട്രാക്ടർ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. നമ്മൾ ഇതും പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് നമ്മൾ കട എത്തി കേട്ടോ. പോയി മേടിച്ച റമ്മ് ക്വാർട്ടർ കേട്ടോ. മറ്റവർക്ക് 2 ഇതും ബിയറും, മറ്റേ 2 പേർക്ക്. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൊടുത്താലേ ഇവിടെ പണി നടക്കുള്ളൂ ഗൈസ്, അല്ലാതെ നടക്കൂല. അതായത് പുള്ളിക്കാരനൊരു റമ്മും ക്വാർട്ടർ പാവപ്പെട്ടന കേട്ടോ, അത്ര ചോദിക്കുന്നുള്ളൂ. പിന്നെ ഒരു ഇതും ഡെയിലി പിരിയാന്, ഡെയിലി മോർണിംഗ് ആൻഡ് ഈവനിങ്. ഇപ്പോൾ അടിച്ച ആശം പൂക്കുറ്റിയാണ്. പുള്ളി വരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് മേടിച്ച് വരാൻ പറഞ്ഞില്ല, പണി അവിടെ ഡിലേ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇത് ചോക്കാട്ടോ. അതായത് ഇതാണ് പത്താംകോളിലേക്ക് ഉള്ളിലേക്ക് വന്ന വഴി. മലക്പൂർ മലക്പൂർ ചോക്കാണ്. ഇതാണ് മലക്കപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. അതായത് പത്താംകോട്ട് മലക്കപ്പൂർ. सीधा जाएगा जम्मू श्रीनगर लद्दाख रास्ता. ये सीधा जाएगा दिल्ली. मैं बोलेगा ये दिल्ली रूट, सीधा दिल्ली है. जलंधर अमृतसर दिल्ली रूट मेरे को पता है ना. जलंधर को इधर को गया और सीधा गया जो कैसा है संभव भैया. ये इधर एक वो मैकेनिक बोला इधर क्या बोलेगा, चोर लोग ज़्यादा है. चोर लोग ये डीजल चोर लोग ज़्यादा है इधर है ना. സാധനം കേട്ട് വന്നിട്ടുണ്ട്. അരയിലിരിക്കുന്നു ക്വാർട്ടർ. അരയിലൊരു ക്വാർട്ടർ 530 രൂപ. ഇത്ര മേടിച്ചാൽ അത്ര പൈസയല്ലേ? അപ്പം ബിയറിനൊക്കെ ഇപ്പം എത്രയാ? 150 ആയിരിക്കും. ക്വാർട്ടറിനോ? ക്വാർട്ടറിന് 130-140 വരും. എൻ്റെ അമ്മേ ദൈവമേ. പിന്നെ അറിയാൻ മേലാത്ത ഇത്ര പൈസ ഒരു കൂട്ടി മേടിച്ചു. അല്ല സർക്കാരിൻ്റെ അല്ല, സർക്കാരിൻ്റെ അല്ല, പ്രൈവറ്റ്. ഇവിടെ പ്രൈവറ്റ് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് നേരെ ഇനി അവിടെ ചെല്ലുക, അതെങ്ങനെയാലും ഇടിയിക്കുക, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ. നമ്മുടെ ഗിയർ ബോക്സും സാധനങ്ങൾ എത്തിയിരിക്കുകയാണ്. അവിടെ സാധനങ്ങളെല്ലാം എല്ലാവർക്കും കൊടുത്തു. അവർ ആഘോഷിച്ചടിക്കുന്നു. ഇനി നമ്മുടെ പണി ഉഷാറായിട്ട് നടക്കും. സ്വരാജ് മസ്ത നല്ല സാധനം കേട്ടോ. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്. സ്റ്റാർട്ടറിൽ ഏറ്റവും നല്ല സ്വരാജ് മസ്റ്റാണ് പുള്ളിക്കാരൻ പറഞ്ഞ്. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ് കേട്ടോ. ഇതിൻ്റെ ക്ലച്ച് സാധനം എല്ലാ സ്ഥലത്തും. വെഹിക്കിൾ ഫാക്ടറി ജബൽപൂർ വണ്ടിയല്ലേ? അതാണ് VFJ. എനിക്ക് തോന്നുന്നത് ഇത് ആർമിക്ക് വേണ്ടി ലൈലാൻഡ് സെപ്പറേറ്റ് കമ്പനിയാണെന്ന് തോന്നിയത് ആയിരിക്കും. അറിയാവുന്നവർ വല്ലതും പറയണേ. നമ്മുടെ ഗിയർ ബോക്സ് റിമൂവ് ചെയ്തു കേട്ടോ ഓൾറെഡി. അടിയിൽ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. സ്റ്റാൻഡ്
സ്റ്റാൻഡ് വെച്ചിട്ട് അത് റിമൂവ് ചെയ്ത് ഇനി കയറ്റിയാൽ മതി. ഓ ഇവർക്ക് ഇത് വലിയ ടാസ്ക് ഒന്നുമല്ല, നമുക്ക് ഇതൊക്കെ വലിയ ടാസ്ക്. ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ. ഇവരിത് നമ്മളെ കോഴി കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? അറിയത്തില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അവരത് അതെ, നമ്മുടെ ഗിയർ ബോക്സ് ഏകദേശം ഇറങ്ങി. അതെ, നമ്മുടെ ഗിയർ ബോക്സ് ഏകദേശം സെറ്റപ്പായി താത്തി വരും കേട്ടോ. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്. ഇറക്കുന്നു, കയറ്റുന്നു, കൊടുക്കുന്നു, അങ്ങനെയാണ് അത്രേ ഉള്ളൂ പരിപാടി. അല്ലേ? പണിയാനൊന്നുമില്ല. മദ്യത്തിനൊക്കെ വിലപോയ പോക്കല്ലേടാ. ആ രണ്ട് സത്യമായി കുടിയന്മാരിപ്പം പെട്ടു. ശരിക്കും പറഞ്ഞ വലിക്കും. നമ്മൾക്ക് സിഗരറ്റ് വലി നിർത്തി നന്നായെന്നാ ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ വലിക്കാൻ നേരത്ത് 17 രൂപയായിരുന്നു ഒരു കിങ്ങിന്റെ വില. അതിപ്പം എൻ്റെ അത് മൊത്തത്തിൽ കുടിച്ചത് ആശാൻ, ഒരു വെള്ളം പോലും ഇല്ലാതെ പൂരാ. പാനി നെയ്യേ, ഇത് ടാങ്ക് കേട്ടോ. അബി പാനി ബാത്ത് ഡ്രൈ. ദൈവമേ, ഡ്രൈ അടിച്ചിട്ട് ഇപ്പൊ ഇതെങ്ങനെ ഈ സാധനം ഓടുന്നു. ഇത് തുപ്പി കഴിഞ്ഞ് റെഡി. ഈവനിങ് डेली कितने पिएगा? शाम को शाम को 1 क्वार्टर. കോട്ടൻ്റെ അര. രാവിലെ കോട്ടൺ മേടിക്കാൻ അര അടിക്കും, വൈകിട്ട് ഒരു കോട്ടൻ്റെ. ഗായ്സ്, അതായത് നമ്മുടെ പഴയ ഗിയർ ബോക്സ് ഇതേ ഇരിക്കുന്നു. ഇത് പൂരാന വാലായേ, നയ വാലായേ. അതായത് ഈ സാധനം ഇപ്പം ഇതിലേക്ക് സ്റ്റാൻഡിലേക്ക് ഇറക്കണം, അതവിടുന്ന് മാറ്റണം. ഇവരെല്ലാം സിമ്പിളായിട്ട് കേട്ടോ ചെയ്യുന്നത്. മറ്റേപ്പാട് വലിയ ഇതൊന്നുമില്ല. ക്ലച്ച് എല്ലാത്തിലും ഒരേന്നുണ്ടല്ലോ. ഇത് കണ്ടോ, ആ പൈപ്പിൻ്റെ അറ്റം കണ്ടോ, ആ പൈപ്പിൻ്റെ അറ്റം, ഇതിൻ്റെ പൈപ്പിൻ്റെ അറ്റം കണ്ടോ, ഇതേപോലെ ഒരേന്നുണ്ട്. എന്താണാവോ ഇത്? എന്നാ പൈപ്പ് എന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഓൾറെഡി ഒരു കാല് കൊടുക്കുമ്പോൾ വണ്ടി ടിട്ടെന്ന് വരച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാ ക്ലച്ച് പോയതാണ്. ക്ലച്ച് അല്ല, ഗിയർ ബോക്സ്. സോറി, ഗിയർ ബോക്സ്. അതിനകത്ത് തന്നെയല്ലേ ക്ലച്ച് ഇത് വരുവാ. അതെ, ക്ലച്ചും ഗിയർ ബോക്സ് ഏകദേശം ഒരേപോലെയാണ്. ഇതിപ്പം ഗിയർ ബോക്സിന്റെ ഭാഗം എടുത്ത് ക്ലച്ച് ഇതിന്റെ അപ്പുറത്തിരിക്കുന്ന ഭാഗമാണ്, ഇതിന്റെ അകത്തിരിക്കുന്ന ഭാഗമാണ്. ഇതിന്റെ അകത്ത് വന്നാ ആ ക്ലച്ച് ഉണ്ടോന്ന് ചോദിക്കേ, അതിൽ കാണാൻ പറ്റും. സർദാറിനോട് ചോദിക്കാം ക്ലച്ച് ബടിയായെന്ന്. ക്ലച്ച് ബടിയായെന്ന് ചോദിക്കാം. സബ്ജി ബേട്ടാ, ക്ലച്ച് ബടിയായ, क्लच डिस्क बढ़िया है. 1500 किलोमीटर रनिंग केरला ज़्यादा दूर है ना इधर से. हाँ, केरला में आएगा आपको पकड़ेगा पुलिस. ओ दारू आपका डेली एक चाहिए ना. ഗൈസ്, ഇങ്ങനെ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കില്ല കേട്ടോ. ഒരു അടി ഒരിക്കലും നിർത്തൂല. ഗൈസ്, നമ്മുടെ തൊഴിലിന് ഇതൊന്നും പറ്റില്ല കേട്ടോ. ക്ലച്ച് ഡിസ്ക് ഇത് ഇറങ്ങി. ഇത് ക്ലച്ച് ഡിസ്ക്, ഡിസ്ക് അല്ലല്ല, ക്ലച്ച് അതിൻ്റെ സാധനങ്ങളാണ്. ഡിസ്ക് ഇപ്പം വരും അതിൻ്റെ പവർ. അച്ഛാ, കോൺസാ ഗാഡി? അല്ല, പോയി തീർന്നു. ആണോ? ഇതാ ഡിസ്ക്. അതാ ഭയ്യ, കഥം കഴിഞ്ഞ പിന്നെ നമ്മുടെ ഒരു ചവിട്ടും കൂടി ആവുന്നതിന് ഏകദേശം തീരുമാനമാവും. അതിന് ബെയറിങ് നോക്കാൻ വേണ്ടി എത്ര ക്ലച്ചിന് മാത്രം വലിയ 30,000 രൂപ ഉള്ളൂ. ഇരുന്നാൽ മതി. ഡിസ്കിന് 8,000 രൂപ. അത് മറ്റേ സാധനം അടക്കം ചോദിച്ചു നോക്കട്ടെ. ക്ലച്ചും പ്ലെയറിങ് കൂടെ മാറ്റുക. ആണോ? പറയും സർദാർ എന്നാണോ പറയാൻ, ദൈവത്തിനറിയാം കേട്ടോ. സർദാർ ജി അച്ഛായേ, കുഴപ്പമില്ല. നാട് വരെ കിട്ടുമായിരിക്കും. നാട് വരെ കിട്ടിയാൽ മതി. പിന്നെ റോഡ് ആവും. ഇത് ചവിട്ടിപ്പം ഭയങ്കരമായിട്ട് വണ്ടി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ക്ലച്ചില്ല, ഞാൻ അതിപ്പോ നമ്മൾ ഇവർ ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടിയുടെ ക്ലച്ച് കത്തിച്ച് കളഞ്ഞില്ലേ, അതേപോലെ ആയിരുന്നു ഇത് എടുത്തപ്പോൾ. നല്ലതാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ദൈവത്തിനറിയാം എന്നാവുന്നുള്ളത്. ഇതിന് ഊരി എടുത്തിട്ട് ഇത് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഗൈസ്, നമ്മുടെ സർദാർജി ഓഫായി കേട്ടോ. അപ്പം വണ്ടീനെ സെറ്റപ്പ് വേണം. പുള്ളിയത് അടി കിടന്ന് ഉറങ്ങുക. ഇതിനിപ്പോൾ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. അത് 4 ഇതും കൂടി ഇട്ട് ഇനിയിപ്പോൾ 4x4 കൂടെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാം. അതിന് ഇട്ട് നോക്കാം. ആദ്യ ടെസ്റ്റ് ഡ്രൈവ് नहीं रास्ता में जाएगा आज. अगर गियर लग गए हाँ, ट्राई हो. ട്രൈ ചെയ്യും നിങ്ങൾ. 4:30 ഇപ്പം തന്നെ. ഇന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ മതിയായിരുന്നു. അടിയെടുത്ത സാധനം കൂടെ ഒന്ന്. ആ ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ് അല്ലാതെ ഇന്ന് ഓടിച്ചോണ്ട് അവിടെ പോകായിരുന്നു. എങ്ങനെ പണിയെടുത്തോണ്ട് ഇന്ന് മനുഷ്യനാണ്. അതെ, നീ അത് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ. ഒരു സന്തോഷത്തെ എടുത്ത് മേടിച്ചത്. അവൻ അടിക്കാത്തതുകൊണ്ട് അവൻ നല്ല സെറ്റപ്പായിട്ട് പണിയെടുക്കുന്നു. അവൻ അടിച്ചിട്ടില്ല? ഇല്ല, അവൻ അടിച്ചില്ല. അവൻ ആദ്യം കുപ്പിയെടുത്ത് അല്ലല്ല, അവനെടുത്ത് തണുപ്പിക്കാൻ വേണ്ടി വെച്ചു. പുള്ളിക്കാരൻ പറഞ്ഞത് മൊത്തം കണ്ടന്റ് ചെയ്ത പോലെയായിരുന്നു. ഒരു സാധനം പോലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഇപ്പം വർക്ക് ചെയ്യുന്ന രീതി. അഭി ടീക്കേനാ
गियर ला के फिर पता लगेगा इसका ആ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ मतलब 4x4 का 4x4 हाँ वो लगा हुआ है पूरा खत्म नया डाला था नहीं उधर हाँ और नहीं है ना एक शाफ्ट और नीचे वाली 4x4 हाँ। वो बाद में लगानी है जब पूरा प्रेशर कंप्लीट हो जाएगा ना हाँ फिर लगाएंगे अच्छा നല്ല അപ്പോ ആള് സദാർത്ഥിക്ക് പുലോ സദാർത്ഥി അടിച്ച് വീലായി ഉറങ്ങി പോയിട്ടോ പറഞ്ഞിട്ട് ഗൈസ് പുള്ളി ഇവന്മാര് നല്ലതായതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു. ഇതാ പറയുന്നത് കണ്ടാ ഇപ്പൊ ഞാൻ ഇട്ട് നോക്കിയപ്പോ നല്ല ഗീറായിട്ട് എനിക്ക് തോന്നിയേ. അപ്പൊ നിനക്ക് പണിയറിയില്ല. ആ അതായിരിക്കും സംഭവം കേട്ടോ, ആയിരിക്കും സംഭവമായിരിക്കും. പുള്ളിയാണ് അടിച്ച് വീലുവാ. ഇതിപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായി. പഴയ ഒരു പെട്ടി ടി വി നോക്കിയേ. കിतना साल 20 बहुत है नया वाला ले लो. नया वाला एलसीडी लेंगे हाँ ले लो. ഇതാ कितना टाइम रिपेयरिंग बहुत കണ്ട റിപ്പയർ ഇവിടെ വന്നൊക്കെ എടുത്ത് റിപ്പയറിന് ഡോക്ടറിലും വലിയ പവറാണ് കേട്ടോ. നമ്മുടെ അവിടെയാണ് എങ്ങനെയെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി. ഓ ഈ പാനിൽ കത്തിപ്പോടാ, പാനെത്തിപ്പോയി, പാനിൽ കത്തിപ്പോയി. ഗയ ഗയ പാനിൽ പോയി. ചെറിയ സാധനം കേട്ടോ, ചെറിയ ചോട്ട, ഒറ്റ സ്പീക്കറേ ഉള്ളൂ. ഇതാ गया है ना सब्जी खत्म. टाटा बाय बाय. भाई एक नया वाला ले लो, छोटा वाला ले लो. टीवी बहुत है, 5 टीवी है किधर घर में? इधर. अच्छा इसको बोला हूँ टीवी बहुत बड़ा है, इसको रखते हो. പിടിച്ചിരിക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. मादिरी चूड़ा ചൂടാ. ഇതായത് ആ സാധനം വന്നു, ഇളക്കുന്ന സാധനമൊക്കെ വന്നു. पानी डाल के फिर निकाल. पानी है ना? हाँ ये वाला. ആ ഇടത്തുള്ള പാനി. സാധനം കിട്ടി, സാധനം കിട്ടി. ഇതേ ഈ പാനി ഒഴിക്കുന്നു. ഇച്ചിരി മോരുമ്പളം ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. വേറെ വകുപ്പൊന്നും ഞാൻ നോക്കിയിട്ട്. ഇളക മൂടിയൊക്കെ അതിന് പുള്ളി ചെയ്തോട്ടല്ലേ, ഒരു എല്ലാ പരിപാടി സാധനം പുള്ളിക്കാരൻ ചെയ്തു തരും. അല്ല ഒരു പരിപാടി. തോടാ ഏ മിർച്ചി ഡാലേगा മിർച്ചി. अच्छा है. അച്ഛേ बहुत है ना, टेस्ट ज़्यादा आएगा. എൻ്റെ കറിയാപ്പിലും കൂടെ കിട്ടാൻ പൊളിച്ചാണ്, പക്ഷെ വേണ്ട. एक मिनट अभी आएगा. കറിയാപ്പില എടുത്തിട്ടോ കേട്ടോ. അവിടെ കറി ഒന്നാന്തരം കറിപ്പത്ത തന്നെയാണ് ഞാനിപ്പോൾ സംസാരിച്ചു. ഇവര് ഉപയോഗിക്കുന്നു ചില കറികളിൽ ഇടാൻ, ഇവര് ഉപയോഗിക്കുന്നു. കറിപ്പത്ത തന്നെയാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ. ആ ഇപ്പം എങ്ങനെ പിടിച്ചൊരു ചുരട്ടി ഒരു ഞെരിക്കും ഇരിക്കാല്ലേ. ഇതിനൊരു പുള്ളി കാണാതാകുമ്പോൾ ഇച്ചിരി കൂടെ ചില്ലി എടുത്തിടാം. ഉള്ളിയും കൂടെ എടുത്തിട്ടോ അല്ലേ? ഉള്ളി വേണ്ട, ചില്ലി. ആ ചില്ലി. ആ പൈസ കൊടുത്താൽ പോരെ അല്ലേ? ആ ഇച്ചിരി കൂടി ഇട്. മുളക് 2-3 കൂടി ഇട്. ഉപ്പ് ഇവിടെ തന്നെ ഉണ്ട്, എടുക്കാം. ഗൈസ് നമ്മുടെ വണ്ടി അങ്ങനെ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ചലിക്കാൻ വേണ്ടി പോകുകയാണ്. ആ നിമിഷം ഇപ്പം നടക്കും. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഭയ്യാ ഇല്ലേ ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് കേട്ടോ അല്ലേ? പിന്നെ ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. ഇപ്പം പുകയില്ല, ഇല്ല തുടക്കത്തിലുള്ള പുകയുള്ളൂ. വണ്ടി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എടുക്കാൻ പോവാം. ആ നിമിഷം കാണാൻ വേണ്ടി ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു കേട്ടോ. അവനവിടെ എന്ത് ചെയ്യുക? ബാക്കിൽ ക്ലച്ചിൻ്റെ എന്തിനു ശരിയാക്കുമായിരിക്കും. ക്ലച്ചിൻ്റെ എന്തിനാ ഒരു ഇച്ചിരി റോഡിൽ കൂടി ഉരുണ്ടാൽ മതിയായിരുന്നു. അതെ, ഒന്ന് അനങ്ങി കണ്ടാൽ മതിയായിരുന്നു. എത്ര ലക്ഷം രൂപ മുടക്കിയാന്ന് ഇതിന് വേണ്ടി. ആ ഇല്ല, ഗിയർ പ്രശ്നമാണ്. ഗിയർ വീഴുന്നില്ല, അതാണ് പ്രശ്നം. വീഴുന്നില്ല. പുള്ളിയുടെ ആരോഗ്യം മൊത്തം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഗിയർ വീഴുന്നില്ല. ആ വീണു. ഓ അനങ്ങുന്നു. ഓഫായി. ഹാൻഡ് ബ്രേക്കിലായിരുന്നു. ഹാൻഡ് ബ്രേക്കിലല്ല, അതെ ക്ലച്ച് കുറവാണ്. അല്ല, അതെ ഹാൻഡ് ബ്രേക്കിലായിരുന്നു വണ്ടി. ആ നേരെ ഹാൻഡ് ബ്രേക്ക് അനങ്ങൂല. നീ നോക്കി ഇപ്പം അനങ്ങുന്നുണ്ട്. ടയർ അനങ്ങുന്ന കാണാനാണ് കാത്തിരിക്കുന്നത് ഞങ്ങൾ. ഗൈസ് ഈ കുഞ്ഞു പിള്ളേരൊക്കെ പിച്ച് വെക്കും എന്ന് പറയുന്ന പോലെ ടയർ പിച്ച് വെക്കാൻ വേണ്ടി പോരാ നമ്മള്. എന്താ എയർ സെറ്റ് ആകുന്നില്ല. അതാ പിടിക്കുന്ന ആ പോട്ടെ. 6 സിലിണ്ടർ അല്ലേടാ, അതിൻ്റെതായ ഒരു ഗാംഭീര്യമുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് എയർ ടാങ്ക് ഫില്ലാണ്ടാ. ഇതാ പിന്നെ അത്ര കംപ്രഷൻ നടക്കുന്ന ക്ലച്ച് കരിഞ്ഞൊരു മണം വരുന്നത്. കൊതിയാകുന്നു കാണുമ്പോൾ തന്നെ. ക്ലച്ച് കരിഞ്ഞ മണം വരുന്നത്. കരിഞ്ഞോട്ടെ, നമുക്ക് തന്നെ. നമ്മൾ ഓടിച്ചത് നീങ്ങുന്നില്ല, പിന്നോട് മാറ്റി തരാൻ പറയുമല്ലോ. വലിയില്ല പറയണം കേട്ടോ അവനെ. വലിയില്ലെന്ന് തന്നെ അതതിൻ്റെ എയർ കറക്റ്റ് ചെയ്യുന്ന ഇപ്പം അനക്കുമായിരിക്കും കേട്ടോ. സർത്താജിക്ക് പറ്റിയ അബദ്ധം. അതിനാ ഇത്രയും വലിയ സാധനം ഇത് ചാത്തൻ കുന്നങ്ങളെ കണ്ടായിരുന്നു കേട്ടോ. അത് ഏറ്റവും ചാത്തൻ കുന്നങ്ങൾ ഏറ്റവും വിലക്കുറഞ്ഞ് വരാൻ വരുമ്പോൾ നന്ന ഗിയർ വീഴുന്നില്ല. ഈ ഗിയർ ബോക്സ് പിച്ച് വെക്കുന്നു. ഇപ്പം അറിയാം കേട്ടോ. ക്ലച്ചില്ല ഇവനെ വണ്ടിക്ക്. വെച്ചില്ല ഇല്ല വെച്ചില്ലെന്ന് വെച്ചില്ല. തോന്നുന്നു. ക്ലച്ചില്ല വണ്ടിക്ക്. നീങ്ങാനുള്ളതല്ലേ? ആ ഡബിൾ പണിയാ. ഇനി അത് ഊരണ്ട്. ഇനി ഊരണം. അങ്ങ് മാറ്റിയിട്ട് കയറ്റിയാൽ മതിയായിരുന്നു.
എന്താണെന്നുള്ള പുള്ളിക്കാരൻ പുള്ളി ചൊറിയാട്ടോ രാവിലെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ. പുള്ളിക്കാരനെ ആദ്യം തന്നെ നല്ല സാധനം ചോദിച്ചാൽ പ്രഷർ പ്രശ്നം കേട്ടോ. താഴെ ഒരു ഡീസൽ ലീക്ക് ഉണ്ട് ചെറുതായിട്ട്. ഡീസൽ നന്നായിട്ട് ലീക്കുണ്ട്, നല്ല ലീക്കുണ്ട്. എന്തിയാട്ടോ ലീക്ക്? മറിക്ക് കണ്ടു കേട്ടോണ്ട് ഈ കാണുന്നവർക്കുണ്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. നീ പറഞ്ഞാലേ ഹാൻഡ് ബ്രേക്കിൽ ഇട്ടാക്ക വണ്ടി. അതെ, ടാങ്ക് ഫില്ലാന്നില്ല തോന്നുന്നു. ബ്രേക്ക് മിസ്സാവുന്ന പേടിച്ചില്ല. അങ്ങനെ പേടിക്കണല്ലേ, ഫ്രണ്ട് ഫ്ലൂഡല്ലേ. ഗിയർ വീഴുന്നില്ല കേട്ടോ, കണ്ടോ? റിവേഴ്സും വീഴുന്നില്ല, വണ്ടി അങ്ങോട്ട് കടിച്ച് നിൽക്കുക. ഇതുണ്ടോ? ഫ്രണ്ടിട്ട് നോക്കി അറിയാം. വീഴുന്നില്ല, ഗിയർ വീഴുന്നില്ല. ഇല്ല, ഗിയർ വീഴുന്നില്ല. ക്ലച്ചിന് എന്താ പ്രശ്നമുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇത് എനിക്കൊന്ന് 2 ദിവസം കൂടെ എടുക്കും. 2 ദിവസം എടുക്കും. ഇന്ന് പുതിയ ഗിയർ ബോക്സ് മാറ്റിയിട്ടല്ലേ. പുതിയതല്ല, ഉള്ളതിൽ നല്ലത്. നമ്മളിങ്ങനെ ഈ മറ്റേ ഇപ്പം സ്റ്റാർട്ടാവും ഈ പ്രസവ് വാർഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ കേട്ടോ. ഇത് ഒന്നൊന്ന് പിച്ച് വെക്കുന്ന കാണാൻ വേണ്ടി കാത്തിരിക്കണം. കാരണം ഇന്ന് ടയറൊന്ന് ബാക്കോട്ടോ ഫ്രണ്ടിലേക്ക് അനങ്ങി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം റണ്ണിങ് കണ്ടീഷനായി, പിന്നെ റണ്ണിങ് ആയി. സ്റ്റാർട്ട് പോകുന്നില്ലേ? ഇതെന്താണ് അവസ്ഥ? കാല് കൊടുക്കുമ്പോൾ കേട്ടോ സ്റ്റാർട്ടാകുന്നുള്ളൂ. ഇല്ല, വണ്ടി നീങ്ങുന്നില്ല. വണ്ടി അത് ലോക്കായി കിടക്കുക. എടാ ഇതെങ്ങനെയാണ് വണ്ടി നീങ്ങുന്നത്? ബേക്ക് വീല് മാത്രം, ഫ്രണ്ട് വീൽ എടുക്കുന്നില്ല. എനിക്ക് ഇങ്ങനെ ഡിപ്രഷൻ എന്തോ കുഴപ്പമുണ്ട്. ഈ എഞ്ചിനിൽ നിന്നുള്ള ലൈൻ അങ്ങ് പോകണ്ടേ, അതവർ കൊടുത്തിട്ടില്ല. പോകണ്ട. ബ്രേക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. വണ്ടി ഓക്കെ പിടിപ്പിച്ചു. അനങ്ങി അതനങ്ങുന്നു. എൻ്റെ വണ്ടി പിച്ച് വെച്ചു. വണ്ടി പിച്ച് വെച്ചു ഗായ്സ്. വണ്ടി പിച്ച് വെച്ചു. ദൈവത്തിന് 1000 നന്ദി. എൻ്റെ ദൈവമേ, വണ്ടി പിച്ച് വെച്ചു ചേട്ടാ. വണ്ടി അനങ്ങി ഗായ്സ്. ഇനി എന്ത് വേണം? ബന്ദ് പരിപാടി കഴിഞ്ഞേട്ടാ. സാധനം അനങ്ങി. ജാമായിരുന്നു. സംഭവമൊക്കെ മാറി. കൈ കിട്ടിയായിരുന്നല്ലേ. അവരല്ലേ തീരുമാനിക്കണ്ട. എന്തൊക്കെയോ സെറ്റ് ചെയ്യാണ്ട് ഇതിനകത്ത്. എന്നാ പറഞ്ഞേ? എന്തൊക്കെയോ പറയുന്നുണ്ട്, നോക്കാം. ഒരു നല്ല കാര്യമുണ്ട്. ഞാനാണ് ഈ വണ്ടി ഓടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടാ. പുള്ളി ഓടിക്കത്തില്ല. പുള്ളിക്ക് ബൈക്കിന് ലൈസൻസ് ഉള്ളു, എല്ലാം അറിയാം. പക്ഷെ ഓടിക്കാൻ അറിയത്തില്ല. ഞാൻ എന്നാ പറയുന്നത് അറിയാവുന്ന ആരോ ഉള്ള അവനെ പിടിക്കാം. നിർത്തിയാലോ? അവനൊരു 150 രൂപ എടുത്ത് ഒരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കും. ഇന്ന് ക്വാർട്ടറിന്റെ ദിവസം. പുള്ളി ഓടിക്കണം. പുള്ളിയോട് തന്നെ ഓടിക്കാൻ പറയാം. ടാങ്ക് ലീക്കാട്ടാ, പമ്പ് ലീക്കാ. അപ്പം അതിൻ്റെ സാധനം ഇതുകൊണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മൾ മാറ്റിയിടും. അതിനുവേണ്ടി ശ്രമം. ഇതിപ്പോൾ ആര് ഓടിക്കും എന്നുള്ളതാണ് വിഷയം. പുള്ളിക്കാരൻ പറഞ്ഞ് നീ ഓടിക്കാൻ, ഞാൻ പറയുന്നത് പുള്ളിക്കാരനോട് ഓടിക്കാൻ. അപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ പറഞ്ഞു നമ്മൾ ഓടിക്കാറില്ല. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ഉള്ള അങ്ങനെയാന്ന് പറഞ്ഞ് നമ്മുടെ വണ്ടി അനങ്ങി തുടങ്ങി ഗൈസ്. ബാഗി ബന്ദ് നിന്നു. ഭയ്യ ഇതറേക്ക് വയറേ ആരേക്ക് ടാങ്കിന്റെ മേളി വെക്കാൻ. അതാവോ അതൊക്കെ എന്തോ സാധനങ്ങളാ. അതൊക്കെ ഇലക്ട്രീഷ്യൻ വണ്ടി അങ്ങനെ നിങ്ങളെ പ്രകാശായി. പുള്ളി ബേക്കും ഫ്രണ്ടും എടുത്ത് നോക്കി. കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അറിയായിരുന്നു കേട്ടോ. ക്ലച്ചില്ല വണ്ടിക്ക്. ക്ലച്ച് കുറോ എന്താ മിസ്സായി ഓഫ് ആകുന്നത്? ക്ലച്ചില്ല വണ്ടിക്ക്. ഇനി ഓടിച്ചു നോക്കി അറിയാമായിരുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ തടഞ്ഞു. അതെ അല്ലേ? വണ്ടി ഓടാൻ പോവാട്ടോ. അതാ ഓടുന്നതാ മക്കളെ നമ്മുടെ വണ്ടി. ഓടുകൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഓടിക്കൂടെ ഓടുക. ഗിയറൊക്കെ വീഴുമ്പോൾ സൗണ്ട് ഉണ്ടോ? ഒന്നും നോക്കണ്ട. ഗിയറിന് ചെറിയൊരു തപ്പലുണ്ട്. അത് നോക്കണ്ട. എല്ലാവരും നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവുള്ളൂ. 2 കൈ കൊണ്ടാണ് ഗിയർ വീഴാൻ പാടുണ്ട്. ക്ലച്ച് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ക്ലച്ച് മാറ്റിക്കേണ്ടി വരും. പ്രഷർ പ്ലേറ്റ് ആയിരിക്കും ക്ലച്ച്. വീൽ ബെയറിംഗ് എല്ലാം ഒന്ന് മാറ്റിക്കണം. ഇനി പോയി തട്ടുന്ന്. ഫുള്ള് മറിച്ച് കഴിഞ്ഞാൽ കിട്ടൂടാ വണ്ടി. ആണോ? ഒന്നുകൂടെ ബ്ലോക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൽറൈനിന് പോയിരിക്കുകയാണ്. ആദ്യം സർദാർജി അങ്ങനെ ഓടിച്ചിട്ട് വരും. സർദാർജി കൂടിപ്പോയി അവിടെ വരെ ഓടിക്കുള്ളൂ. കണ്ടോ, എനിക്ക് 100% ഉറപ്പാണ്. ഗിയർ വീഴുന്നില്ല. പമ്പി കയറി തിരിച്ചുകൊണ്ട് വരും. റിവേഴ്സ് അടിക്കും. ഗിയർ എന്താ പറ്റി? ഗിയർ വീഴില്ല. പുള്ളി ടെസ്റ്റ് ഡ്രൈവിന് പോകുന്നു. ആണോ? പുള്ളി റിവേഴ്സ് ഇട്ട് തിരിച്ചു വരും. और रिवर्स में रिवर्स आएगा ना, रिवर्स इधर आएगा. वो दूर में नहीं जाएगा. പുള്ളിക്ക് സാധനം വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? हमसे घुमा के ले आएगा यार. बाइक आएगा. बैक आएगा. गाइस പുള്ളിക്കാരൻ गाड़ी चलाते वक्त यही ट्राई करते हैं. अच्छा വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത്. പുള്ളി ഗിയർ വീഴുന്നില്ല കേട്ടോ. 100% ഉറപ്പാണ്. ഗിയറിന് എന്തോ പ്രശ്നം. ക്ലച്ചോ അല്ല ഗിയറോ രണ്ടും എന്തോ അയ്യോ ക്ലച്ച് അച്ചായേ. क्लच फ्री का सिर्फ जो लीवर है ना
वो डाउन है इसका जा चरी സൗണ്ട് തേക്കോ ജാഥ ജാഥ സൗണ്ട് ഇറക്കി താഴെ ഇടുള്ളൂ കാരണം ഇവിടെ കള്ളന്മാർ കൂടുതൽ അപ്പം ബാറ്ററിയും ഒരു സാധനം കാണുന്നില്ല ഇതരത്തെ തുറന്നെടുക്ക്. എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞില്ല ഗീറിന് എന്താ പ്രശ്നമുണ്ടെന്ന് എന്നാ പുള്ളിപ്പം പറയും ടച്ചാണോ? ഗീർ അടുത്ത ഗിയർ ഓടിച്ചല്ലോ. ഓടിച്ചു നോക്കിയില്ലേ ഗീർക്കാനാ അടുത്ത ഗിയർ മാറേണ്ടി വരും അല്ലേ? എന്നാ ഗീറിന് എന്താ പ്രശ്നമുണ്ട് ഗൈസ് ഗിയറിനെയാണ് ഇപ്പം പ്രശ്നം. ബാക്കിയല്ല എനിക്കും തോന്നുന്നത് ഏകദേശം ബാക്കി അല്ലേ ഏകദേശം റെഡി ആയെന്ന് എനിക്കും തോന്നുന്നത്. ആ അല്ല പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആക്കിയിട്ട് നോക്കുക. ഇന്നല്ല നാളെ എല്ലാം क्या बोलेगा हाँ ഗീർ സൗണ്ട് ജാഥ സൗണ്ട് അല്ല അത് മാറാൻ പറ്റുന്ന പുള്ളിക്കാരൻ രണ്ട് കൈയും കൂടെ നോക്കിയിട്ട് ഇടുന്നത്. എനിക്ക് ആ തോന്നുന്നു മറ്റേ വണ്ടിക്കൊക്കെ അങ്ങനെയായിരുന്നു അവർക്കും ഗീർ ലാസ്റ്റ് സെറ്റാകാതെ അവർ പോയത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് റെഡിയാക്കണം. നമുക്ക് സമയമുണ്ടല്ലോ ശരിയാക്കിയിട്ട് പോയാൽ നമുക്കല്ലേ മാറ്റി തരണമെന്ന് പറയാം ഗിയർ ബോക്സ് ഗിയർ ബോക്സ് മാറ്റി തരാം. പുതിയ ഗിയർ ബോക്സ് ക്ലച്ച് വേണേൽ അത് നോക്കാം. എയർ ക്ലച്ച് ഇടാൻ പറയാം, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. എയർ ക്ലച്ച് ആ അതെ ഇത് ശരിയായാലും അത് ചെയ്യാൻ പറയാം. ഗൈസ് പുള്ളിക്കാരൻ ഗിയർ ഇട്ട് നോക്കുവാണ്, പക്ഷേ നേരത്തെ ഒരു ഇച്ചിരി ഫ്രീ ആയി, പക്ഷെ അത്ര ഒരു സെറ്റപ്പ് ആയിട്ടില്ല കേട്ടോ. ഗിയർ ഇടുമ്പോൾ വന്നിട്ടില്ല. പുള്ളിക്ക് ഓടിക്കാൻ അറിയാം, മറ്റേ പുള്ളിക്ക് ഓടിക്കാൻ പോലും അറിയത്തില്ല. പുള്ളി ഓടിക്കും, പുള്ളി റോട്ടിൽ കൂടെ ഓടിക്കൂലെന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിന് ലൈസൻസ് ഇല്ല. ഇല്ല, ടൂ വീലർ മാത്രമല്ല. എനിക്ക് ലൈസൻസ് ഉണ്ടല്ലോ, എൻ്റെ ലൈസൻസ് പുള്ളിക്കില്ല കേട്ടോ. പുള്ളി അപ്പം എന്താണോ ഉദ്ദേശിച്ചത് എനിക്കത് തൊട്ട് മേളിലല്ലേ ഹിമാചൽ പ്രദേശ് അല്ലേ, പുള്ളിക്കാരന് ഈസി ആയിട്ട് ലൈസൻസ് എടുക്കാമല്ലോ. ആ ഇവർക്ക് നോക്കുക വലിയ പൈസ എന്ന് ഇവർ പറയൂടാ. ആ അതുകൊണ്ടല്ല എടുക്കാതെ. ഇവിടെയൊക്കെ ഓടിച്ച് നോക്കുമായിരുന്നായിരുന്നു റോട്ടിൽ കൂടെ. അത് പുള്ളിക്കാരൻ കിടന്ന അതിൻ്റെ ഗിയർ ഇടുന്നതിന്, ഗിയറിന് കുഴപ്പമുണ്ട്. ഇവനെ ഗിയറിന് കുഴപ്പമുണ്ട്, പുള്ളിക്കാരൻ കടന്ന ഇടുന്നത്.